നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ എക്സാം സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ ലാസ്റ്റ് ക്ലാസ്സാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ലെങ്തി ആയിട്ട് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടാണ് 23-ാം തീയതിയാണ് നമ്മുടെ എക്സാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും നന്നായിട്ട് എക്സാം എഴുതാനായിട്ട് കൂട്ടുകാരെ ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട നിർവചനങ്ങൾ പറഞ്ഞിരുന്നു, ഡെഫിനിഷൻസ്. അപ്പോൾ ആ ഡെഫിനിഷൻസിൽ കുറച്ച് പേർക്ക് മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ ഡെഫിനിഷൻ മാത്രം ഒന്നുകൂടി പറയാം. അത് ആരുടെയാണെന്നുള്ളത് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിച്ചോട്ടോ. അപ്പോൾ പലരും പറയുന്നുണ്ട് എഴുതി കാണിക്കാമോ എന്ന് ചോദിക്കുന്നുണ്ട്. കൂട്ടുകാർക്ക് അറിയാലോ, സാഹചര്യം അങ്ങനെയല്ല. എനിക്കൊരു കുഞ്ഞു മോനാണ് ഉള്ളത്. അപ്പോൾ അവനെ ഇട്ടിട്ട് അവൻ ഉറങ്ങുന്ന നേരത്താണ് ഞാൻ ഓടി വന്ന് ഈ ക്ലാസ് എടുക്കുന്നത്. ഇപ്പോൾ കുഞ്ഞ് ഉറങ്ങാണ്, ആ ഒരു നേരത്ത് വന്നാണ് ഞാൻ ക്ലാസ് എടുക്കുന്നത്. അവൻ എപ്പോൾ എഴുന്നേൽക്കുമോ അപ്പം ഞാൻ ഈ ക്ലാസ് നിർത്തും. അതുകൊണ്ടാണ് ഞാൻ ടൈപ്പിംഗ് കൂടി ചെയ്ത് കഴിഞ്ഞാൽ ഒത്തിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ജസ്റ്റ് ഇങ്ങനെ ക്ലാസ് ഓഡിയോ ക്ലാസ്സായിട്ട് തരുന്നത് കേട്ടോ. അപ്പം അന്ന് പറഞ്ഞ, അതായത് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഡെഫിനിഷൻസ് ഇതൊക്കെയായിരുന്നു. നമ്മുടെ പാഠ്യപദ്ധതിയുമായി ബന്ധപ്പെട്ട ഡെഫിനിഷനായിരുന്നു. ഒന്നാമത്തേത് ഇതാണ്: ഒരു കലാകാരന് തൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് തൻ്റെ ആദർശങ്ങൾക്ക് അനുസരണമായ വിധത്തിൽ പദാർത്ഥങ്ങളെ വാർത്തെടുക്കാനുള്ള ഉപകരണമാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് ആരാണെന്നാണ്. ഒരു കലാകാരന് തൻ്റെ സ്റ്റുഡിയോയിൽ വെച്ച് തൻ്റെ ആദർശങ്ങൾക്ക് അനുസരണമായ വിധത്തിൽ പദാർത്ഥങ്ങളെ വാർത്തെടുക്കാനുള്ള ഉപകരണമാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് ആരാണ്? ആർതർ കണ്ണിങ്ഹാം. എഴുതിയിട്ടുണ്ട്, നോക്കാം. ആർതർ കണ്ണിങ്ഹാം. അടുത്ത ഡെഫിനിഷൻ ഇതാണ്: പഠന സമയം മുഴുവൻ പഠിതാവിൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഉൾപ്പെട്ടതാണ് പാഠ്യപദ്ധതി. പഠന സമയം മുഴുവൻ പഠിതാവിൻ്റെ ചുറ്റുമുള്ളതെല്ലാം ഉൾപ്പെട്ടതാണ് പാഠ്യപദ്ധതി എന്ന് പറഞ്ഞത് ആരാണെന്നാണ്. H.L. ലാസ്വെൽ. അടുത്തത്: കുട്ടിയെ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് പാഠ്യപദ്ധതി. വെറും പഠന പ്രവർത്തനത്തിനും നിശബ്ദ പഠനത്തിനും അപ്പുറം ചിലതും അതിൽ അടങ്ങിയിരിക്കുന്നു. അത് തൊഴിലുകളെയും ഉൽപാദനത്തെയും നേട്ടങ്ങളെയും അഭ്യാസങ്ങളെയും പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നു. കുട്ടിയെ എന്താണോ പഠിപ്പിക്കുന്നത് അതാണ് പാഠ്യപദ്ധതി. വെറും പഠന പ്രവർത്തനത്തിനും നിശബ്ദ പഠനത്തിനും അപ്പുറം ചിലത് അതിൽ അടങ്ങിയിരിക്കുന്നു. അത് തൊഴിലുകളെയും ഉൽപാദനത്തെയും നേട്ടങ്ങളെയും അഭ്യാസങ്ങളെയും പ്രവർത്തനങ്ങളെയും ഉൾക്കൊള്ളുന്നു. ഇങ്ങനെ പറഞ്ഞത് ആരാണെന്നാണ്. H.H. ഹോൺ. അടുത്തത്: പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്ന് അഭിപ്രായപ്പെട്ടത്. പാഠ്യപദ്ധതി എന്നത് സ്കൂളിൽ നടക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുന്ന പദമാണ് എന്ന് അഭിപ്രായപ്പെട്ടത് W. കെന്നത്ത് റിച്ച്മോണ്ട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെട്ട പ്രക്രിയകളാണ്? സ്വാംശീകരണവും സംസ്ഥാപനവും മനഃശാസ്ത്രത്തിലെ ഏത് ആശയവുമായി ബന്ധപ്പെട്ടതാണെന്ന്. സ്കീമ, അഭിപ്രേരണ, മസ്തിഷ്ക ബിംബലേഖനം, ഓർമ്മ. ഏതായിരിക്കും സ്വാംശീകരണവും സംസ്ഥാപനവും? സ്കീമയുമായി റിലേറ്റഡ് ആണ് അല്ലേ? പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം ഏതാണ്? സ്കീമയാണ്. എന്താണ്? പിയാഷെയുടെ അഭിപ്രായത്തിൽ വൈജ്ഞാനിക ഘടനയുടെ അടിസ്ഥാന ഏകകം ഏതാണ്? സ്കീമയാണ്. വ്യക്തി കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കും തോറും എന്തിൻ്റെ എണ്ണവും കൂടും? സ്കീമുകളുടെ എണ്ണവും കൂടും. വ്യക്തി കൂടുതൽ അനുഭവങ്ങൾ ആർജിക്കും തോറും സ്കീമുകളുടെ എണ്ണവും സങ്കീർണതയും വർദ്ധിക്കുന്നു. വ്യക്തി കൂടുതൽ അനുഭവങ്ങളൊക്കെ കൂടി വരുമ്പോൾ എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിലുള്ള സ്കീമ, വൈജ്ഞാനിക ഘടന അടിസ്ഥാന ഏകകമായ സ്കീമ എന്ത് ചെയ്യും? സ്കീമയുടെ എണ്ണവും കൂടും, സങ്കീർണതയും വർദ്ധിക്കുന്നു. സ്കീമകൾ ചേർന്ന സ്കീമാറ്റുകളുടെ സംഘാതമായ സ്കീമുകളും കൂടി ചേർന്നതാണ് വൈജ്ഞാനിക ഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. എന്താണ്? സ്കീമകൾ ചേർന്ന സ്കീമാറ്റുകളുടെ സംഘാതമായ സ്കീമുകളും
കൂടിച്ചേർന്നതാണ് വൈജ്ഞാനിക ഘടനയ്ക്ക് രൂപം കൊടുക്കുന്നത്. ഇനി ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത എങ്ങനെ നിർണ്ണയിക്കാം? ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത എങ്ങനെ നിർണ്ണയിക്കാൻ സാധിക്കും? അതായത് വൈജ്ഞാനിക ഘടനയിൽ ഉൾപ്പെട്ടിട്ടുള്ള സ്കീമുകളുടെ എണ്ണം, അതുപോലെ തന്നെ വൈവിധ്യം, ഗുണനിലവാരം എന്നീ സവിശേഷതകളും അവ എത്ര ചിട്ടയായി സംഘടിപ്പിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് എന്തിൽ വരുന്നത്? ആ വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നത്. ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത നിർണ്ണയിക്കുന്നത് ആരാണ്? അതിലുള്ള സ്കീമയുടെ എണ്ണം, വൈവിധ്യം, ഗുണനിലവാരം എന്നിവയുടെ സവിശേഷതയും പിന്നെ അവ എങ്ങനെയാണ് എത്ര ചിട്ടയായിട്ട് സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നൊരു കാര്യത്തിൽ നിന്നാണ് എന്ത് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്? ഒരു വ്യക്തിയുടെ വൈജ്ഞാനിക ഘടനയുടെ കാര്യക്ഷമത നിർണ്ണയിക്കാനായിട്ട് സാധിക്കുന്നത്. അടുത്ത ചോദ്യം ഇതാണ്: സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതാണെന്ന്. സ്വന്തം ശക്തി ദൗർബല്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും കഴിവിൻ്റെ പരമാവധിയിലേക്ക് ഉയരാനും ഒരു വ്യക്തിയെ സഹായിക്കുന്ന ബുദ്ധി ഏതായിരിക്കും? വേഗം പറഞ്ഞേ. ആന്തരിക വൈയക്തിക ബുദ്ധി, വ്യക്തിയാന്തര ബുദ്ധി, ശാരീരിക ചലനപര ബുദ്ധി, യുക്തി ചിന്താപരവും ഗണിതപരവുമായ ബുദ്ധി. ഏതായിരിക്കും? സ്വന്തം കാര്യങ്ങൾ, സ്വന്തം ശക്തി ദൗർബല്യം തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കാനും സഹായിക്കുന്ന ഏതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധിയാണ്. ഏതാണ്? ആന്തരിക വൈയക്തിക ബുദ്ധി. ഇനി അടുത്ത ചോദ്യം: ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി ഏതാണ്? ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതി. അതായത് ഒരു കാര്യം പഠിച്ച് തൊട്ട് അടുത്ത ക്ലാസ്സിൽ ഇതുമായി ബന്ധപ്പെട്ട് അടുത്ത കാര്യങ്ങൾ, അതായത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ഒന്നുകൂടി പഠിച്ച് മുകളിലെ ക്ലാസ്സിലേക്ക് പഠിച്ചു പോകുന്ന ഏതായിരിക്കും? ഉദ്ഗ്രഥന രീതി, വിഷയാധിഷ്ഠിത രീതി, ചാക്രിക രീതി, രേഖീയ രീതി. ഏതായിരിക്കും? ചാക്രിക രീതിയാണ്. ഏതാണ്? ചാക്രിക രീതി. ഒരു ആശയത്തിൻ്റെ വിവിധ തലങ്ങൾ അതിൻ്റെ കാഠിന്യമനുസരിച്ച് വ്യത്യസ്ത ക്ലാസ്സുകളിലായി പഠിപ്പിക്കുന്നതിനായി ക്രമീകരിക്കുന്ന രീതിയാണ് ഏത്? ചാക്രിക രീതി. അടുത്ത ക്വസ്റ്റ്യൻ ഏതാണ്? ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഓപ്ഷൻസ് ഇതാണ്: ജ്ഞാനം, ആശയം, അൽഗോരിതം, ബുദ്ധി. ഏതായിരിക്കും? ജ്ഞാനം, ആശയം, അൽഗോരിതം, ബുദ്ധി. ഗുണവിശേഷതകളുടെ അടിസ്ഥാനത്തിൽ മാനസികമായി വർഗീകരിക്കുന്ന വിവരങ്ങളെ എങ്ങനെ വിശേഷിപ്പിക്കാം? ആശയം. എന്താണ്? ആശയം. അടുത്ത ചോദ്യം ഇതാണ്: പുരോഗമനപരവും ജനാധിപത്യവുപരമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? പുരോഗമനപരവും ജനാധിപത്യപരവുമായ പാഠ്യപദ്ധതിയുടെ സവിശേഷത. അപ്പം ആൻസർ മാത്രം കേട്ടിരിക്കുക. വളരെ സമ്പുഷ്ടമായതും അയവുള്ളതുമായിരിക്കും. എങ്ങനെയായിരിക്കും? വളരെ സമ്പുഷ്ടമായതും അയവുള്ളതും ആയിരിക്കും. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ജനാധിപത്യ വിദ്യാലയം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അല്ലെങ്കിൽ എന്തായിരിക്കും ജനാധിപത്യ വിദ്യാലയം എന്ന് പറഞ്ഞാൽ? വിദ്യാലയ നടത്തിപ്പ്, ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, അധ്യാപക വിദ്യാർത്ഥി ബന്ധം, വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ സമസ്ത മേഖലകളിലും ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന വിദ്യാലയമാണ് ഏത്? ജനാധിപത്യ വിദ്യാലയം. എന്താണ് ജനാധിപത്യ വിദ്യാലയം? വിദ്യാലയ നടത്തിപ്പ്, ക്ലാസ് റൂം പ്രവർത്തനങ്ങൾ, അധ്യാപക വിദ്യാർത്ഥി ബന്ധം, വിദ്യാലയവും സമൂഹവും തമ്മിലുള്ള ബന്ധം തുടങ്ങിയ സമസ്ത മേഖലകളിലും ജനാധിപത്യ മൂല്യങ്ങൾ നിലനിൽക്കുന്ന വിദ്യാലയമാണ് ഏത്? ജനാധിപത്യ വിദ്യാലയം. അടുത്ത ചോദ്യം ഇതാണ്: ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഒരു വൈകല്യമാണ്. എന്ത്? പഠനവുമായി ബന്ധപ്പെട്ട പഠന വൈകല്യത്തിൽ വരുന്നതാണ് ഡിസ്ലെക്സിയ. ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനാണ് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? എന്തിനായിരിക്കും? ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനാണ്.
ഡിസ്ലെക്സിയ ഉള്ള കുട്ടിക്ക് എന്തിനായിരിക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്? ഭാഷ ശരിയായി ഉപയോഗിക്കുന്നതിനായിരിക്കും. അങ്ങനെയെങ്കിൽ എന്താണ് ഈ പഠന വൈകല്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് അടിസ്ഥാന മാനസിക പ്രക്രിയയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണം പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പ്രകടനങ്ങൾ നടത്താനും കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. എന്താണ് പഠന വൈകല്യങ്ങൾ? അടിസ്ഥാന മാനസിക പ്രക്രിയയിൽ സംഭവിക്കുന്ന ചില പ്രശ്നങ്ങൾ കാരണം പഠനവുമായി ബന്ധപ്പെട്ട ആശയങ്ങൾ ഉൾക്കൊള്ളാനും പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും പ്രകടനങ്ങൾ നടത്താനും കുട്ടികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെയാണ് നമ്മളിന്ന് വിളിക്കുന്നത് പഠന വൈകല്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ പഠന വൈകല്യത്തിനുള്ള കാരണങ്ങൾ എന്തൊക്കെയായിരിക്കാം? ശരീരപരവും ജൈവശാസ്ത്രപരവുമായ കാരണങ്ങളാവാം. ഒന്നാമത്തെ കാരണം എന്താണ്? ശരീരപരവും ജൈവശാസ്ത്രപരവുമായ കാരണങ്ങളാവാം. പിന്നെയോ പാരമ്പര്യവും ജനിതകവുമായ കാരണങ്ങൾ. പിന്നെ എന്താ വരാം? പാരിസ്ഥിതിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങളും വരാം. പാരിസ്ഥിതിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങളും എന്തിന് കാരണമാവുന്നുണ്ട്? പഠന വൈകല്യത്തിന് കാരണമാകുന്നു. പഠന വൈകല്യത്തിന് കാരണമാകുന്നത് എന്തൊക്കെയാണ്? ശരീരപരവും ജൈവശാസ്ത്രപരവുമായ കാരണങ്ങളാവാം, പാരമ്പര്യവും ജനിതകപരവുമായ കാരണങ്ങളാവാം, പാരിസ്ഥിതിക ഘടകങ്ങളുമായി ബന്ധപ്പെട്ട കാരണങ്ങളുമാകാം. ഇനി ഏതൊക്കെയാണ് ഈ പഠന വൈകല്യങ്ങൾ? ഡിസ്ഗ്രാഫിയ, ഡിസ്കാൽക്കുലിയ, ഡിസ്പ്രാക്സിയ, ഡിസ്ലെക്സിയ. ഏതൊക്കെയാണ്? ഗ്രാഫിയ എന്ന് പറയുമ്പോൾ തന്നെ എഴുതാനുള്ള വൈകല്യമാണ്, എഴുത്തിലെ വൈകല്യമാണ് ഡിസ്ഗ്രാഫിയ എന്തിനാണ്? എഴുത്തിലെ വൈകല്യമാണ്. കാൽക്കുലേറ്റ് ചെയ്യാൻ കണക്കുമായി ബന്ധപ്പെട്ടായിരിക്കും. അപ്പം ഗണിതപരമായ വൈകല്യം. ഡിസ്കാൽക്കുലിയ ഗണിതപരമായ വൈകല്യം. അടുത്തതാണ് ഡിസ്പ്രാക്സിയ, പേശി പ്രവർത്തന വൈകല്യം. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് അനങ്ങണ്ടേ? അപ്പം പേശി പ്രവർത്തന വൈകല്യം. ഡിസ്ലെക്സിയ നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? വായനാ വൈകല്യമാണ്. ഡിസ്ലെക്സിയ എന്താണ്? വായനാ വൈകല്യമാണ്. ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏതാണ്? വിദ്യാലയം തന്നെ ഒരു പഠനോപകരണം എന്ന ആശയവുമായി യോജിക്കുന്നത് ഏതാണ്? ടാലൻറ്റ് ലാബ്, ഹൈടെക് വിദ്യാലയം, ബാല, TLM. ടാലൻറ്റ് ലാബ്, ഹൈടെക് വിദ്യാലയം, ബാല, TLM. ഏതായിരിക്കും ആൻസർ? ബാലയാണ്. ബാലയുടെ ഫുൾ ഫോം എന്താണ്? ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. BALA, ബാല എന്നതിൻ്റെ പൂർണ്ണ രൂപം ഏതാണ്? ബിൽഡിംഗ് ആസ് എ ലേണിംഗ് എയ്ഡ്. അടുത്ത ചോദ്യം ഇതാണ്. ബുദ്ധിയുടെ G ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തത് ഏത്? ബുദ്ധിയുടെ G ഘടകത്തിൻ്റെ സവിശേഷതകളിൽ പെടാത്തതാണ് ചോദിച്ചിട്ടുണ്ട്. പെടാത്തത് ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു, പൊതുവായ മാനസിക ശക്തി വിശേഷണമാണ്. ഏതായിരിക്കും ആൻസർ? സവിശേഷതകളിൽ പെടാത്തത് പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു എന്നുള്ളതാണ്. അപ്പോൾ ജി എന്ന ഘടകത്തിൻ്റെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷണമാണ്. ബുദ്ധിയുടെ G ഘടകത്തിൻ്റെ സവിശേഷതകളാണ് ഏതൊക്കെ? ജന്മസിദ്ധമാണ്, സ്ഥിരമാണ്, പൊതുവായ മാനസിക ശക്തി വിശേഷണമാണ്. അപ്പോൾ എന്തായിരിക്കും ഈ G ഘടകം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് 2 ഫാക്ടർ തിയറിയാണ് ദ്വിഘടക സിദ്ധാന്തത്തിൽ വരുന്നതാണ് അല്ലേ? ചാൾസ് പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിൽ വരുന്നതാണ് ഈ G എല്ലാം. അപ്പോൾ എന്തായിരിക്കും അതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിച്ച ആരാന്ന് നമ്മൾ പഠിച്ചു? ചാൾസ് പിയേഴ്സ് ആണ്. ചാൾസ് പിയർമാൻ. ദ്വിഘടക സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധിശക്തിയിലെ 2 ഘടകങ്ങളാണ് ഏതൊക്കെ? പൊതുഘടകം, അതായത് നമ്മളിപ്പോൾ പറഞ്ഞ G ഫാക്ടറും പ്രത്യേക ഘടകം S ഫാക്ടറും. ദ്വിഘടക സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധിശക്തിയിലെ 2 ഘടകങ്ങളാണ് ഏതൊക്കെ? പൊതുഘടകം G ഫാക്ടറും പ്രത്യേക ഘടകം S ഫാക്ടർ. ഇനി പൊതുഘടകം അഥവാ ജനറൽ ഫാക്ടറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് വരിക?
അതായത് ജി ഫാക്ടറിൽ ഓരോ വ്യക്തിയുടെയും ഏതൊരു മാനസിക പ്രക്രിയയിലും ജി ഫാക്ടർ ഏറിയോ കുറഞ്ഞോ അടങ്ങിയിരിക്കും. എങ്ങനെയാണ്? ഓരോ വ്യക്തിയുടെയും ഏതൊരു മാനസിക പ്രക്രിയയിലും ജി ഫാക്ടർ ഏറിയോ, അതായത് കൂടിയോ കുറഞ്ഞോ അടങ്ങിയിരിക്കും. ജി ഘടകം എങ്ങനെയാണ്? ജന്മസിദ്ധമാണ്. ജി ഫാക്ടർ സ്ഥിര ഘടകമാണ്. എല്ലാവരിലും പൊതുവായി കാണപ്പെടുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു. അളവ് കൂടുന്നതനുസരിച്ച് കുട്ടിയുടെ ജീവിത വിജയവും കൂടും. എന്താണ് ജി ഫാക്ടറിൻ്റെ പ്രത്യേകത, അല്ലെങ്കിൽ പൊതുഘടകം, അല്ലെങ്കിൽ ജനറൽ ഫാക്ടർ? ഇതൊക്കെയാണ് ഓരോ വ്യക്തിയുടെയും ഏതൊരു മാനസിക പ്രക്രിയയിലും ജി ഫാക്ടർ ഏറിയോ കുറഞ്ഞോ അടങ്ങിയിരിക്കും. ജന്മസിദ്ധമാണ്. സ്ഥിര ഘടകമാണ്. എല്ലാവരിലും പൊതുവായി കാണപ്പെടുന്നു. എല്ലാ പ്രവർത്തനങ്ങളിലും കാണപ്പെടുന്നു. അളവ് കൂടുന്നതനുസരിച്ച് കുട്ടിയുടെ ജീവിത വിജയവും കൂടും. ഇനി അടുത്തത് പ്രത്യേക ഫാക്ടർ, അല്ലെങ്കിൽ എസ് ഫാക്ടർ, അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ. എന്താണ്? എസ് ഘടകങ്ങൾ കർമ്മസിദ്ധമാണ്. എസ് ഘടകങ്ങൾ കർമ്മസിദ്ധമാണ്. പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു. എസ് എവിടെ നിന്ന് കിട്ടുന്നത്? പരിസ്ഥിതിയിൽ നിന്ന് ആർജിക്കപ്പെടുന്നു. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. ഒരു വ്യക്തിയിൽ ഓരോ പ്രവർത്തനങ്ങളിലും വ്യത്യസ്തമായ രീതിയിൽ പ്രവർത്തിക്കുന്നു. എസ് ഫാക്ടറിൻ്റെ അളവിൽ വ്യത്യാസങ്ങൾ ഉണ്ടാകും. എസ് ഫാക്ടറിൻ്റെ അളവിൽ എങ്ങനെയായിരിക്കും? വ്യത്യാസങ്ങൾ ഉണ്ടാകും. ജിയും എസും കൂടിച്ചേർന്നാണ് മാനസികമായ കഴിവുകൾ വികസിക്കേണ്ടത്. ജിയും ജനറൽ ഫാക്ടറും സ്പെസിഫിക് ഫാക്ടർ എസും കൂടിച്ചേർന്നാണ് മാനസികമായ കഴിവുകൾ വികസിപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വികസിക്കുന്നത്. ഓരോ വ്യക്തിയിലും ഒരു ജിയും നിരവധി എസുകളും അടങ്ങിയിരിക്കുന്നു. ഈ വ്യത്യാസം വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്നു. ഓരോ വ്യക്തിയിലും ഒരു ജിയും നിരവധി എസുകളും അടങ്ങിയിരിക്കുന്നു. ഈ വ്യത്യാസം വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്നു. ഏതു പ്രവർത്തനങ്ങളുടെയും വിജയത്തിന് ജി ഘടകവും ആ സവിശേഷ രംഗത്തെ സംഗീതമോ അല്ലെങ്കിൽ ചിത്രകല, ഗണിതം, അഭിനയം, ഭരണപാടവം ഇത് കുറിക്കുന്നതാണ് എസ് ഘടകം. ഒത്തുചേരേണ്ടതാണ്. അപ്പോൾ ജി എന്ന് പറഞ്ഞാൽ ജന്മസിദ്ധമായിട്ടുള്ളതാണ്. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർമ്മസിദ്ധമാണ്. അതായത് എന്തായിരിക്കും? സംഗീതം, ചിത്രകല, ഗണിതം, അഭിനയം, ഭരണപാടവം ഇതെല്ലാം എന്തിനെ കുറിക്കുന്നതാണ്? എസ് ഘടകത്തെ കുറിക്കുന്നതാണ്. അപ്പം എസും ജിയും കൂടി ചേരുമ്പോഴാണ് എന്താവണത്? മാനസികമായ കഴിവുകൾ വികസിക്കുന്നത്. ഈ വ്യത്യാസം മൂലമാണ് എന്തിന് കാരണമാകുന്നത്? വ്യക്തികളുടെ വ്യത്യാസത്തിന് കാരണമാകുന്നത് ഈ രണ്ട് ഘടകങ്ങളാണ്, ജിയും എസും ആണ്. ഓക്കെ, ഇനി അടുത്തതാണ് സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി. ഗ്രൂപ്പ് ഫാക്ടർ തിയറി, ടു ഫാക്ടർ തിയറി ആരുടെയായിരുന്നു? ചാൾസ് സ്പിയർമാൻ ആയിരുന്നു. ഇനി അടുത്തത് ഗ്രൂപ്പ് ഫാക്ടർ തിയറി, സംഘഘടക സിദ്ധാന്തം ആരുടെയാണ്? എൽ തേഴ്സ്റ്റൺ. ആരുടെയാണ്? തേഴ്സ്റ്റൻ്റെ ആണ്. എൽ തേഴ്സ്റ്റൺ. തേഴ്സ്റ്റൺ ജി ഘടകത്തിൻ്റെ സ്ഥാനത്ത് നിരവധി പ്രാഥമിക ശേഷികളെ പ്രതിഷ്ഠിച്ചു. മാനസിക ശേഷികളുടെ നിരവധി സംഘങ്ങളുണ്ടെന്നും ആ സംഘത്തിന് ഓരോന്നിനും അതിൻ്റെതായ പ്രാഥമിക ഘടകങ്ങൾ ഉണ്ടെന്നും അദ്ദേഹം വാദിച്ചു. ഇനി തേഴ്സ്റ്റൺ പറഞ്ഞ 9 പ്രാഥമിക ഘടകങ്ങളാണ് ഏത്? വാചിക ഘടകം, പദബന്ധ ഘടകം, സംഖ്യാഘടകം, വസ്തുക്കളുടെ ത്രിമാന സ്ഥിതി മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, സ്മൃതി ഘടകം, പ്രത്യക്ഷണ വേഗതാ ഘടകം, യുക്തിചിന്താ ഘടകം, ദർശന ഘടകം, പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം. ഇതൊക്കെയാണ് തേഴ്സ്റ്റൻ്റെ ഗ്രൂപ്പ് ഫാക്ടർ തിയറി അല്ലെങ്കിൽ സംഘഘടക സിദ്ധാന്തത്തിൽ വരുന്നത്. അദ്ദേഹം പറഞ്ഞത് 9 പ്രാഥമിക ഘടകങ്ങളുണ്ടെന്നാണ്. ഒന്നാമത്തെ വാചിക ഘടകം, രണ്ടാമത്തെ പദബന്ധ ഘടകം, 3 സംഖ്യാഘടകം, 4 വസ്തുക്കളുടെ ത്രിമാന സ്ഥിതി മനസ്സിലാക്കി കൈകാര്യം ചെയ്യാനുള്ള കഴിവ്, 5 സ്മൃതി ഘടകം, 6 പ്രത്യക്ഷണ വേഗതാ ഘടകം, 7 യുക്തിചിന്താ ഘടകം, 8 ദർശന ഘടകം,
9 പ്രശ്ന നിർദ്ധാരണ ശേഷി ഘടകം. ഓക്കെ, ഇനി പ്രതിക്രിയ അധ്യാപനം ആരുടെ ആശയമാണ് പ്രതിക്രിയ അധ്യാപനം? വൈഗോസ്കിയുടെയാണ് റെസിപ്രോക്കൽ ടീച്ചിങ് അഥവാ പ്രതിക്രിയ അധ്യാപനം. അടുത്ത ചോദ്യം ഇതാണ്: ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേരാണ് ഡാഷ്. എന്താണ് ചോദ്യം? ചിത്രത്തിൽ 8 രേഖാഖണ്ഡങ്ങളെ 4 സെറ്റ് രേഖാഖണ്ഡങ്ങളായി പ്രത്യക്ഷണം ചെയ്യുന്നു. ഈ പ്രതിഭാസത്തിന്റെ പേരെന്താണെന്ന്. എന്തായിരിക്കും ഓപ്ഷൻസ്? ഇതാണ്: സാമീപ്യ നിയമം, സാമാന്യതാ നിയമം അല്ലെങ്കിൽ സാദൃശ്യ നിയമം, സമ്പൂർണ്ണ നിയമം, തുടർച്ചാ നിയമം. ഓപ്ഷൻസ് ഏതൊക്കെയാണ്? സാമീപ്യ നിയമം, സാമാന്യതാ നിയമം, സമ്പൂർണ്ണ നിയമം, തുടർച്ചാ നിയമം. ഏതായിരിക്കും ആൻസർ? ആൻസർ സാമാന്യതാ നിയമം അഥവാ സാദൃശ്യ നിയമം. ഇത് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഗസ്റ്റാൾസ് തിയറിയുമായി പെട്ടതാണ് അല്ലേ? പഠനത്തിലെ സമഗ്രതാ നിയമങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. അപ്പം നമുക്ക് അതെന്താണെന്ന് നോക്കാം. പഠനത്തിലെ സമഗ്രതാ നിയമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അല്ലേ? എത്ര നിയമമുണ്ട്? 5 നിയമമുണ്ട്. ഒന്നാമത്തെ സാദൃശ്യ നിയമം, രണ്ടാമത്തെ സാമീപ്യ നിയമം, മൂന്നാമത്തെ സമ്പൂർണ്ണ നിയമം, നാലാമത്തെ തുടർച്ചാ നിയമം, അഞ്ചാമത്തെ രൂപ പശ്ചാത്തല ബന്ധം. ഏതൊക്കെയാണ്? ഒന്നാമത്തെ സാദൃശ്യ നിയമം, അതായത് സാമാന്യതാ നിയമം, ലോ ഓഫ് സിമിലാരിറ്റി, സാദൃശ്യം ഉണ്ടാകാം. രണ്ടാമത്തേതാണ് സാമീപ്യ നിയമം, ലോ ഓഫ് പ്രോക്സിമിറ്റി. മൂന്നാമത്തെ സമ്പൂർണ്ണ നിയമം അല്ലെങ്കിൽ പരിപൂർത്തി നിയമം, ലോ ഓഫ് ക്ലോഷർ. പിന്നെ ഏതാണ്? നാലാമത്തെ തുടർച്ചാ നിയമം അഥവാ ലോ ഓഫ് കണ്ടിന്യൂറ്റി. അഞ്ചാമത്തെ രൂപ പശ്ചാത്തല ബന്ധം, ഫിഗർ ഗ്രൗണ്ട് റിലേഷൻ. ഇനി അടുത്ത ചോദ്യം ഇതാണ്: 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 എങ്കിൽ ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ പെടും? ശരാശരി, മൂഢബുദ്ധി, മന്ദബുദ്ധി, ക്ഷീണബുദ്ധി. ഏതായിരിക്കും വരിക? നമുക്ക് IQ കാണാനുള്ള ഇക്വേഷൻ അറിയാം അല്ലേ? MA/CA × 100. അപ്പോൾ 8/13 × 100 ഇടുമ്പോൾ എത്ര ആൻസർ കിട്ടും? 0.61 കിട്ടും. അപ്പോൾ അത് ഏതിൽ വരും? മൂഢബുദ്ധിയിൽ വരും. അപ്പോൾ 13 വയസ്സുള്ള റോണിയുടെ മാനസിക വയസ്സ് 8 ബുദ്ധിമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ റോണി ഏത് വിഭാഗത്തിൽ വരുന്നത്? മൂഢബുദ്ധിയിലാണ് വരുന്നത്. ഓക്കെ, നിലവിലുള്ള ബുദ്ധിയുടെ വർഗീകരണം മുന്നോട്ട് വെച്ചത് ആരാണ്? ടേർമാനാണ്. നിലവിലുള്ള ബുദ്ധിയുടെ വർഗീകരണം, വാക്ക് തെറ്റിപ്പോകരുത് കേട്ടോ, ബുദ്ധിയുടെ വർഗീകരണം മുന്നോട്ട് വെച്ചത് ടേർമാനാണ്. ഏതാണ്? ടേർമാൻ. നിലവിലുള്ള ബുദ്ധി പരിശോധന ടെസ്റ്റാണ് ടേർമാൻസ് ഇൻ്റലിജൻസ് ടെസ്റ്റ്. നിലവിലുള്ള ബുദ്ധി പരിശോധന ടെസ്റ്റ് ടേർമാൻ ഇൻ്റലിജൻസ് ടെസ്റ്റ്. ബുദ്ധി പരീക്ഷകളുടെ അല്ലെങ്കിൽ ബുദ്ധിശോധകങ്ങളുടെ പിതാവ് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. ബുദ്ധി പരീക്ഷകളുടെ അല്ലെങ്കിൽ ബുദ്ധിശോധകങ്ങളുടെ പിതാവ് ആരാണ്? ആൽഫ്രഡ് ബിനെയാണ്. ആദ്യത്തെ ബുദ്ധി പരീക്ഷ ബിനെ ബുദ്ധി പരീക്ഷയാണ്. ആദ്യത്തെ ബുദ്ധി പരീക്ഷ ഏതാണ്? ബിനെ ബുദ്ധി പരീക്ഷയാണ്. IQ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് വില്യം സ്റ്റേൺ ആണ്. IQ എന്ന ആശയം ആദ്യമായിട്ട് അവതരിപ്പിച്ചത് വില്യം സ്റ്റേൺ ആണ്. ഇനി IQ കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, MA/CA × 100. ഇനി അതിൻ്റെ വർഗീകരണം കൂടി ഒന്ന് നോക്കിയിരിക്കാം. ബിലോ 25 താഴെയാണെങ്കിൽ എന്ന് വിളിക്കും ഇഡിയറ്റ്സ് എന്ന് പറയും, ജഡബുദ്ധി. 25 താഴെയാണെങ്കിൽ ജഡബുദ്ധി, ഇഡിയറ്റ്സ്. 25 49 ഇടയിലാണെങ്കിൽ ക്ഷീണബുദ്ധി അഥവാ ഇംബസിൽസ് എന്ന് പറയും. 25 49 ഇടയിലാണെങ്കിൽ ക്ഷീണബുദ്ധി അഥവാ ഇംബസിൽസ് എന്ന് പറയും. അടുത്തത് 50 69 ഇടയിൽ വന്നാൽ മൂഢബുദ്ധി, മോറോൺസ്. 50 69 ഇടയിൽ വന്നാൽ മൂഢബുദ്ധി അഥവാ മോറോൺസ്. അടുത്തത് 70 താഴെ മന്ദബുദ്ധി.
അപ്പം കോമൺ ആയിട്ട് 70 താഴെ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും പറയാം? മന്ദബുദ്ധി അഥവാ ഫീബിൾ മൈൻഡഡ്. 70 താഴെ മന്ദബുദ്ധി അഥവാ ഫീബിൾ മൈൻഡഡ്. 70 തൊട്ട് 79 അതിർത്തി രേഖയിലുള്ളവൻ, ബോർഡർ ലൈൻ. 70 തൊട്ട് 79 അതിർത്തി രേഖയിലുള്ളവൻ, ബോർഡർ ലൈൻ. 80 തൊട്ട് 89 ബുദ്ധി കുറഞ്ഞവൻ, ഡൾ. 80 തൊട്ട് 89 ബുദ്ധി കുറഞ്ഞവൻ, ഡൾ. 90 മുതൽ 109 ആവറേജ് അല്ലെങ്കിൽ ശരാശരിക്കാരൻ. 90 മുതൽ 109 ശരാശരിക്കാരൻ അല്ലെങ്കിൽ ആവറേജ്. 110നും 119നും ഇടയിൽ ബുദ്ധിമാൻ, സുപ്പീരിയർ. 110നും 119നും ഇടയിൽ ബുദ്ധിമാൻ, സുപ്പീരിയർ. 120നും 139നും വെരി സുപ്പീരിയർ, അതിബുദ്ധിമാൻ. 120നും 139നും അതിബുദ്ധിമാൻ അല്ലെങ്കിൽ വെരി സുപ്പീരിയർ. അടുത്തത് 140ന് മുകളിലാവുമ്പോൾ പ്രതിഭാശാലി, ജീനിയസ്. 140ന് മുകളിലാണെങ്കിൽ പ്രതിഭാശാലി അല്ലെങ്കിൽ ജീനിയസ് ആയിരിക്കും. ഓക്കെ. ഇനി അടുത്ത ചോദ്യം ഇതാണ്, ക്രിയാഗവേഷണത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണെന്ന്. ക്രിയാഗവേഷണം, ആക്ഷൻ റിസർച്ചിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ്. ആരാണ്? സ്റ്റീഫൻ എം കോറിയാണ്. അപ്പോൾ എന്തായിരിക്കും ഈ ക്രിയാഗവേഷണം അല്ലെങ്കിൽ ആക്ഷൻ റിസർച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? പഠന പ്രക്രിയയിൽ ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ നേരിടുന്ന പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിച്ച് പരിഹാരം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗവേഷണ തന്ത്രമാണ് ഏത്? ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാഗവേഷണം. പഠന പ്രക്രിയയിൽ ഒരു ക്ലാസ് റൂമിൽ അധ്യാപകൻ നേരിടുന്ന പ്രശ്നങ്ങൾ ശാസ്ത്രീയമായി അന്വേഷിച്ച് പരിഹാരം കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഗവേഷണ തന്ത്രമാണ് ഏത്? ആക്ഷൻ റിസർച്ച് അഥവാ ക്രിയാഗവേഷണം. ക്രിയാഗവേഷണത്തിൻ്റെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ഗവേഷണ പ്രശ്നം കണ്ടെത്തുന്നു, പിന്നെയോ പ്രശ്നത്തിൻ്റെ പരികൽപ്പന അതായത് ഹൈപ്പോത്തസിസ് രൂപപ്പെടുത്തുന്നു, പിന്നെയോ പ്രീ ടെസ്റ്റിൻ്റെ ഫലവിശകലനവും പ്രശ്നകാരണങ്ങൾ കണ്ടെത്തലും പരിഹാര നിർദ്ദേശങ്ങൾ വികസിപ്പിക്കലും നടപ്പാക്കലും പോസ്റ്റ് ടെസ്റ്റ് വിശകലനം, അന്തിമമായ വിശകലനം. ഏതൊക്കെയാണ് ക്രിയാഗവേഷണത്തിൻ്റെ ഘട്ടങ്ങൾ? ഗവേഷണ പ്രശ്നം കണ്ടെത്തുക, പ്രശ്നത്തിൻ്റെ പരികൽപ്പന അല്ലെങ്കിൽ ഹൈപ്പോത്തസിസ് രൂപപ്പെടുത്തുക, പ്രവർത്തന പദ്ധതി ആക്ഷൻ പ്രോഗ്രാം. മൂന്നാമത്തെ പ്രീ ടെസ്റ്റ്. നാലാമത്തെ പ്രീ ടെസ്റ്റിൻ്റെ ഫലവിശകലനവും പ്രശ്നകാരണങ്ങൾ കണ്ടെത്തലും. അഞ്ചാമത്തെ പരിഹാര നിർദ്ദേശങ്ങൾ വികസിപ്പിക്കലും നടപ്പാക്കലും. ആറാമത്തെ പോസ്റ്റ് ടെസ്റ്റ് വിശകലനം. ഏഴാമത്തെ അന്തിമമായ വിശകലനം. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്, മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രമാണ്? മക്കളില്ലാത്ത ധനാഢ്യനായ തോമസ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങൾ സജീവമായി ഇടപെടുന്നു. ഇത് ഏത് തരം സമായോജന തന്ത്രത്തിന് ഉദാഹരണമാണ്? ഏതായിരിക്കും? അനുപൂരണം, താദാത്മീകരണം, ഉദാത്തീകരണം, ദമനം. ഇതായിരിക്കും ഉദാത്തീകരണമാണ് അല്ലേ. അപ്പോൾ സമായോജന തന്ത്രങ്ങളെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം. എന്തായിരിക്കും സമായോജന തന്ത്രങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഒരു വ്യക്തി തൻ്റെ ചുറ്റുപാടുകളുമായോ അല്ലെങ്കിൽ പ്രശ്നങ്ങളുമായോ ഒത്തുചേരാൻ പറ്റാതെ വരുമ്പോൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് ഏത്? സമായോജന തന്ത്രങ്ങൾ. എന്താണ് സമായോജന തന്ത്രങ്ങൾ? ഒരു വ്യക്തി തൻ്റെ ചുറ്റുപാടുകളുമായോ അല്ലെങ്കിൽ ഒരു പ്രശ്നവുമായോ ഒത്തുചേരാൻ പറ്റാതെ വരുമ്പോൾ സ്വീകരിക്കുന്ന തന്ത്രങ്ങളാണ് ഏത്? സമായോജന തന്ത്രങ്ങൾ. ഇനി എന്തായിരിക്കും ദമനം എന്ന് പറഞ്ഞാൽ? പലതരത്തിലുള്ള സമായോജന തന്ത്രങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ദമനം, പ്രക്ഷേപണം, യുക്തീകരണം, താദാത്മീകരണം, അനുപൂരണം, ഉദാത്തീകരണം, ഒട്ടകപക്ഷി മനോഭാവം, നിഷേധം. ഇതെല്ലാം തന്നെ ഏതാണ്? സമായോജന തന്ത്രങ്ങളാണ്. ഡിഫെൻസ് മെക്കാനിസമാണ് അല്ലേ. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ദമനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദമനം അതായത് വേദനാജനകമായ അനുഭവങ്ങളും ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന സമായോജന തന്ത്രമാണ് ഏത്? ദമനം. വേദനാജനകമായ അനുഭവങ്ങളും ആഗ്രഹങ്ങളും അബോധ മനസ്സിലേക്ക് തള്ളിവിടുന്ന സമായോജന തന്ത്രമാണ് ഏത്? ദമനം. ഇനി പ്രക്ഷേപണം എന്തായിരിക്കും? സ്വന്തം ബലഹീനതകൾ, കുറ്റങ്ങൾ, പരാജയം എന്നിവ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന തന്ത്രമാണ് പ്രക്ഷേപണം.
ഏതാണ്? സ്വന്തം ബലഹീനതകൾ, കുറ്റങ്ങൾ, പരാജയം എന്നിവ മറ്റുള്ളവരിൽ ആരോപിക്കുന്ന തന്ത്രമാണ് പ്രക്ഷേപണം. പ്രക്ഷേപണത്തിന് ഉദാഹരണം എന്താണ്? പരീക്ഷയിൽ തോറ്റ കുട്ടി പറയും, എന്ത് പറയും? ഞാൻ കുട്ടി ആരെ പറയും കുറ്റം? ടീച്ചറെ കുറ്റം ആരോപിക്കും അല്ലേ? ടീച്ചർ പഠിപ്പിക്കാത്തതുകൊണ്ടാണ് ഞാൻ പരീക്ഷയിൽ തോറ്റേന്ന് പറയും. അതാണ് എന്ത്? പ്രക്ഷേപണം എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തതാണ് യുക്തീകരണം. തൻ്റെ പരാജയം, കഴിവുകേട് എന്നിവയ്ക്ക് തെറ്റായ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടുന്ന തന്ത്രമാണ് യുക്തീകരണം. എന്താണ്? തൻ്റെ പരാജയം, കഴിവുകേട് എന്നിവയ്ക്ക് തെറ്റായ കാരണങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടും. എന്തായിരിക്കും? യുക്തീകരണത്തിന് ഉദാഹരണം പരീക്ഷയിൽ തോറ്റ കുട്ടി എന്ത് പറയും? പഠിച്ചിട്ട് ഇപ്പോൾ വലിയ കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ പറയുന്നതാണ് എന്ത്? യുക്തീകരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് താദാത്മീകരണം. താദാത്മീകരണം എന്താണ്? മറ്റുള്ളവരുടെ നേട്ടം തൻ്റേതാണെന്ന് കരുതി ആനന്ദിക്കുന്ന സമായോജന തന്ത്രമാണ് താദാത്മീകരണം. ഇപ്പം നമ്മൾ ക്രിക്കറ്റ് കളിയൊക്കെ കാണുകയാണെങ്കിൽ ഒരു 6 അടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്കായിരിക്കും സന്തോഷം അല്ലേ? നമ്മൾ 6 അടിച്ച പോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യാം. അതാണ് അവിടെ താദാത്മീകരണം. അല്ലെങ്കിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം വിജയിച്ചാൽ എന്താണ്? നമ്മുടെ വിജയമാണ്. അല്ലെങ്കിൽ ഫുട്ബോൾ ടീം വിജയിച്ചാൽ, ഏതെങ്കിലും രാജ്യക്കാർ വിജയിച്ചാൽ അത് നമ്മുടെ രാജ്യമായിട്ട് നമ്മൾ അതിൽ ഭയങ്കരമായിട്ട് സന്തോഷം ഉൾക്കൊള്ളും. അതാണെന്ത്? താദാത്മീകരണം എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് അനുപൂരണം. ഒരു മേഖലയിലെ കഴിവുകേട് മറ്റൊരു മേഖലയിൽ വീണ്ടെടുക്കുന്ന സമായോജന തന്ത്രമാണ് ഏത്? അനുപൂരണം. ഒരു മേഖലയിലെ കഴിവുകേട് മറ്റൊരു മേഖലയിൽ പഠിക്കാനായിട്ട് പിന്നോക്കം ഉണ്ടെങ്കിൽ എന്തായിരിക്കും? സ്പോർട്സിനൊക്കെ പോയിട്ട് നല്ല ട്രോഫികളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും. അങ്ങനെ കോമ്പൻസേറ്റ് ചെയ്തു അല്ലേ? അതാണ് അനുപൂരണം. എന്താണ്? അനുപൂരണം. പഠനത്തിൽ പിന്നോക്കമുള്ള വിദ്യാർത്ഥി കലാകായിക മേഖലയിൽ മികവ് പുലർത്തുന്നു. ഇനി അടുത്തതാണ് ഉദാത്തീകരണം. ഉദാത്തീകരണം എന്തായിരിക്കും? ഉദാത്തീകരണം അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ സമൂഹത്തിന് സ്വീകാര്യമായ മേഖലയിലേക്ക് തിരിച്ചുവിടുന്ന സമായോജന തന്ത്രമാണ് ഏത്? ഉദാത്തീകരണം. അസ്വീകാര്യമായ ആഗ്രഹങ്ങളെ സമൂഹത്തിന് സ്വീകാര്യമായ മേഖലയിലേക്ക് തിരിച്ചുവിടുന്ന സമായോജന തന്ത്രം. അടുത്തതാണ് ഒട്ടകപക്ഷി മനോഭാവം. വിഷമകരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒന്നും അറിഞ്ഞില്ല എന്ന രീതിയിൽ മാറി നിൽക്കുകയാണ് ഏത്? ഒട്ടകപക്ഷി മനോഭാവം. വിഷമകരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന മട്ടിൽ മാറി നിൽക്കുന്ന മനോഭാവം ഏതാണ്? ഒട്ടകപക്ഷി മനോഭാവം. അടുത്തതാണ് നിഷേധം. അരോചകമായ യാഥാർത്ഥ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിഷേധ സ്വഭാവം കാണിച്ച് പ്രതികരിക്കുന്ന രീതിയാണ് നിഷേധം. വിളിച്ച വിളി കേൾക്കാണ്ടിരിക്കുക, കണ്ടില്ലെന്ന് നടിക്കുക, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? നിഷേധത്തിന് ഉദാഹരണമാണ്. അരോചകമായ യാഥാർത്ഥ്യത്തിൽ നിന്നും രക്ഷപ്പെടാൻ നിഷേധ സ്വഭാവം കാണിച്ച് പ്രതികരിക്കുന്ന രീതി. വിളിച്ചാൽ വിളി കേൾക്കാണ്ടിരിക്കുക, കണ്ടില്ലെന്ന് നടിക്കുക, ഇതെല്ലാം എന്തിനുള്ള ഉദാഹരണമാണ്? നിഷേധത്തിന് ഉദാഹരണമാണ്. അടുത്ത ചോദ്യം ഇതാണ്. ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ്? ജയകൃഷ്ണൻ ഒരു നാവികനാണ്. കുമാർ ഒരു ആർക്കിടെക്റ്റാണ്. ഇവരിൽ കാണപ്പെടുന്നത് ഏതു തരം ബഹുമുഖ ബുദ്ധിയാണ്? ഏതായിരിക്കും? ആന്തരിക വൈയക്തിക ബുദ്ധി, പ്രകൃതിപരമായ ബുദ്ധി, ദൃശ്യസ്ഥലപരമായ ബുദ്ധി, ശാരീരിക ചലനപരമായ ബുദ്ധി. വേഗം പറഞ്ഞ ആൻസർ. നമ്മൾ പല ക്ലാസ്സുകളായിട്ട് പഠിച്ചതാണ്. ഏതാണ്? ദൃശ്യസ്ഥലപരമായ ബുദ്ധിയാണ് അല്ലേ? ബഹുമുഖ ബുദ്ധിയുടെ ഉപജ്ഞാതാവ് ആരാണ്? ഹവാർഡ് ഗാർട്ട്നറാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ആരുടെ ഗ്രന്ഥമാണ്? ഹവാർഡ് ഗാർട്ട്നറുടെയാണ്. ഫ്രെയിംസ് ഓഫ് മൈൻഡ് ആരുടെയാണ്? ഹവാർഡ് ഗാർട്ട്നറുടെയാണ്. ഇനി ഞാൻ പറയണ്ടല്ലോ അത് ഡീറ്റെയിൽ ആയിട്ട്, ഇത് ഒരുപാട് ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്. ജീൻ പിയാഷയുടെ അഭിപ്രായത്തിൽ ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏതാണെന്ന്? ഞാൻ കരഞ്ഞാൽ അമ്മ വരും, വസ്തുക്കൾ താഴെയിട്ടാൽ ഒച്ചയുണ്ടാവും എന്നിങ്ങനെ കാര്യകാരണ ബന്ധങ്ങളെക്കുറിച്ച് ആദ്യ ധാരണ ഉടലെടുക്കുന്ന വൈജ്ഞാനിക വികാസ ഘട്ടം ഏതാണെന്ന്? മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, സംവേദക ചാലക ഘട്ടം. ഏതായിരിക്കും ആൻസർ? മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം,
പ്രാക് മനോവ്യാപാര ഘട്ടം, സംവേദക ചാലക ഘട്ടം. ഏതായിരിക്കും ആൻസർ? ആൻസർ ഡി ആണല്ലേ, സംവേദക ചാലക ഘട്ടം. ഏതാണ്? സംവേദക ചാലക ഘട്ടം. ഇനി പിയാഷെയുടെ വൈജ്ഞാനിക വികസനത്തെ എത്ര ഘട്ടങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്? 4 ഘട്ടങ്ങളായിട്ട് തിരിച്ചിരിക്കുന്നു. പിയാഷെയുടെ വൈജ്ഞാനിക വികസന ഘട്ടങ്ങളെ എത്രയായിട്ട് തിരിച്ചിരിക്കുന്നു? 4ആയിട്ട്. ഏതൊക്കെയാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം, പ്രാക് മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഏതൊക്കെയാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം. രണ്ടാമത്തെ ഏതാണ്? പ്രാക് മനോവ്യാപാര ഘട്ടം. 3 മൂർത്ത മനോവ്യാപാര ഘട്ടം. 4 ഔപചാരിക മനോവ്യാപാര ഘട്ടം. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ആദ്യത്തെ ഇന്ദ്രിയ ചാലക ഘട്ടത്തിലെ ഉപഘട്ടങ്ങൾ. ഇന്ദ്രിയ ചാലക ഘട്ടത്തിലെ ഉപഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സ്റ്റേജാണ് ഇന്ദ്രിയ ചാലക ഘട്ടം. അതിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തെയാണ് അനിച്ഛാ പ്രതികരണ ഘട്ടം, റിഫ്ലക്റ്റീവ് ആക്ഷൻ. 1 മാസം വരെയാണ്, 0 മുതൽ 1 മാസം വരെയാണ് ഇത് അനിച്ഛാ പ്രതികരണ ഘട്ടം അല്ലെങ്കിൽ റിഫ്ലക്റ്റീവ് ആക്ഷൻ. ഈ പ്രായത്തിൽ തൻ്റെ ചുറ്റുപാടുകളുമായുള്ള കുട്ടിയുടെ പ്രതികരണം അനിച്ഛാപരവും യാന്ത്രികപരവുമായിരിക്കും. ബോധപൂർവമായ ചിന്തയുടെയോ ആലോചനയുടെയോ ഫലമല്ലാത്ത ഇത്തരം യാന്ത്രിക പ്രതികരണമാണ് അനിച്ഛാ പ്രതികരണ ഘട്ടം. എന്താണ് അനിച്ഛാ പ്രതികരണ ഘട്ടം? ജനിച്ചിട്ട് 1 മാസം വരെ റിഫ്ലക്റ്റീവ് ആക്ഷനാണ് അനിച്ഛാ പ്രതികരണ ഘട്ടം എന്ന് പറഞ്ഞാൽ. എന്തായിരിക്കും ഈ പ്രായത്തിൻ്റെ പ്രത്യേകത? തൻ്റെ ചുറ്റുപാടുകളോടുള്ള കുട്ടിയുടെ പ്രതികരണം അനിച്ഛാപരവും യാന്ത്രികവുമായിരിക്കും. ബോധപൂർവമായ ചിന്തയുടെയോ ആലോചനയുടെയോ ഫലമല്ലാത്ത ഇത്തരം യാന്ത്രിക പ്രതികരണമാണ് ഏത്? അനിച്ഛാ പ്രതികരണ ഘട്ടം. ഇനി അടുത്തതാണ് പ്രാഥമിക വർത്തുള പ്രതികരണ ഘട്ടം, പ്രൈമറി സർക്കുലർ റിയാക്ഷൻ. പ്രൈമറി സർക്കുലർ റിയാക്ഷൻസ്. പ്രാഥമിക വർത്തുള പ്രതികരണ ഘട്ടം. പ്രാഥമിക വർത്തുള പ്രതികരണ ഘട്ടം 1 മാസം മുതൽ 4 മാസം വരെ. 1 മാസം മുതൽ 4 മാസം വരെ. തനിക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ കുട്ടികൾ ബോധപൂർവം തന്നെ ആവർത്തിച്ചു തുടങ്ങുന്ന ഘട്ടമാണ്. തനിക്ക് സന്തോഷം നൽകുന്ന പ്രവൃത്തികൾ കുട്ടി ബോധപൂർവം തന്നെ ആവർത്തിച്ചു തുടങ്ങുന്ന ഘട്ടം. എന്തായിരിക്കും ഉദാഹരണം? വിരലൊക്കെ കുടിക്കുന്നല്ലേ, അതിന് ഉദാഹരണം. കുട്ടി എത്ര കൈ മാറ്റിയാലും പിന്നെ എന്ത് ചെയ്യും? പിന്നെയും കുട്ടി അത് റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. പിന്നെയോ ഒരിക്കൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ കഴിയുന്ന ഈ ഘട്ടം ഓർമ്മിക്കാനുള്ള കഴിവ് ഉദയം ചെയ്യുന്ന കാലം കൂടിയാണ്. ഏത് ഘട്ടമാണ്? പ്രാഥമിക വർത്തുള പ്രതികരണ ഘട്ടം, പ്രൈമറി സർക്കുലർ റിയാക്ഷൻസ്. 1 മാസം മുതൽ 4 മാസം വരെയുള്ള ആ ഒരു കാലയളവിൽ പ്രത്യേകത എന്താണ്? ഒരിക്കൽ ചെയ്ത കാര്യങ്ങൾ വീണ്ടും ഓർത്തെടുക്കാൻ കഴിയുന്ന ഈ ഘട്ടം ഓർമ്മിക്കാനുള്ള കഴിവ് ഉദയം ചെയ്യുന്ന കാലം കൂടിയാണ്. ഓക്കെ. ഇനി മൂന്നാമത്തെയാണ് ദ്വിതീയ വർത്തുള പ്രതികരണ ഘട്ടം, സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻസ്. 4 മുതൽ 8 മാസം വരെയുള്ളത് ദ്വിതീയ വർത്തുള പ്രതികരണ ഘട്ടം. സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻസ് 4 മുതൽ 8 മാസം വരെ. കുട്ടി തൻ്റെ പ്രവർത്തനത്തിലൂടെ പരിസ്ഥിതിയുമായി കൂടുതൽ ഇടപഴകാൻ തുടങ്ങുന്നു. ഈ അവസരത്തിൽ തൻ്റെ പ്രവർത്തനങ്ങളെ ലക്ഷ്യബോധത്തോടെ ആവർത്തിക്കാൻ കുട്ടിക്ക് കഴിയും. തൻ്റേതായ ചുറ്റുപാടിൽ പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന കാലമാണ്. എന്താണ് പറഞ്ഞത്? കുട്ടി തൻ്റെ പ്രവർത്തനങ്ങളിലൂടെ പരിസ്ഥിതിയുമായി കൂടുതൽ ഇടപഴകാൻ തുടങ്ങുന്നു. പരിസ്ഥിതിയുമായി കൂടുതൽ ഇടപഴകാൻ തുടങ്ങുന്നു. ഈ അവസരത്തിൽ തൻ്റെ പ്രവർത്തനങ്ങളെ ലക്ഷ്യബോധത്തോടെ ആവർത്തിക്കാൻ കുട്ടിക്ക് കഴിയും. തൻ്റേതായ ചുറ്റുപാടിൽ പരീക്ഷണങ്ങൾക്ക് മുതിരുന്ന കാലമാണ് ഏത്? ദ്വിതീയ വർത്തുള പ്രതികരണ ഘട്ടം. ഇനി ഉദാഹരണമായിട്ട് എന്ത് പറയാം? കുറച്ച് അകലെ ഇരിക്കുന്ന കളിക്കോപ്പ് കൈവശപ്പെടുത്തി വായിലേക്ക് വെക്കുന്നു. കുറച്ച് അകലെയുള്ള കളിക്കോപ്പ് എന്ത് ചെയ്യും? എങ്ങനെയെങ്കിലും തപ്പിപ്പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യും? അത് വായ കൊണ്ടുപോകും. ഓക്കെ. ഇനി അടുത്തതാണ് ദ്വിതീയ വർത്തുള പ്രതികരണങ്ങളുടെ ഏകോപന ഘട്ടം, 8 മാസം മുതൽ 12 മാസം വരെ. കോഓർഡിനേഷൻ ഓഫ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ. ദ്വിതീയ വർത്തുള പ്രതികരണങ്ങളുടെ ഏകോപന ഘട്ടം, കോഓർഡിനേഷൻ ഓഫ് സെക്കൻഡറി സർക്കുലർ റിയാക്ഷൻ 8 മാസം മുതൽ 12 മാസം വരെ.
പ്രവർത്തനങ്ങളെ കൂടുതൽ ഫലപ്രദമായും ലക്ഷ്യബോധത്തോടെയും ഏകോപിപ്പിക്കണം. പതുക്കെ മുട്ടുകുത്തിച്ചെന്ന് ദൂരെയുള്ള പന്തെടുത്ത് തട്ടാൻ ഈ ഘട്ടത്തിൽ കുട്ടിക്ക് കഴിയും. വാസ്തുസ്ഥൈര്യം കുട്ടി ആദ്യമായി ആർജിച്ചു തുടങ്ങുന്നത് ഈ ഘട്ടത്തിലാണ്. അപ്പോൾ വാസ്തുസ്ഥൈര്യം കുട്ടി ആദ്യമായി ആർജിച്ചു തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? ഈ ദ്വിതീയ വർത്തുള പ്രതികരണങ്ങളുടെ ഏകോപന ഘട്ടത്തിലാണ്. മുട്ടുകുത്തിച്ചെന്ന് ദൂരെയുള്ള കളിപ്പാട്ടങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുന്ന സമയം കൂടിയാണ് ഏത്? ദ്വിതീയ വർത്തുള പ്രതികരണങ്ങളുടെ ഏകോപന ഘട്ടം, 8 മാസം മുതൽ 12 മാസം വരെ. അടുത്തതാണ് തൃതീയ വർത്തുള പ്രതികരണ ഘട്ടം, 12 മുതൽ 18 മാസം വരെ. ടെർഷ്യറി സർക്കുലർ റിയാക്ഷൻ. തൃതീയ വർത്തുള പ്രതികരണ ഘട്ടം 12 മാസം മുതൽ 18 മാസം വരെ. വാസ്തുസ്ഥൈര്യം കുട്ടി പൂർണ്ണമായി ആർജിക്കുന്നു. പരിസ്ഥിതിയുമായി കൂടുതൽ ഫലപ്രദമായി ഇടപഴകുകയും ശ്രമപരാജയം വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. എന്താണ്? വാസ്തുസ്ഥൈര്യം കുട്ടി പൂർണ്ണമായി ആർജിക്കുന്നു. പരിസ്ഥിതിയുമായി കൂടുതൽ ഫലപ്രദമായി ഇടപഴകുകയും ശ്രമപരാജയം വഴി പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. ഇനി എന്തായിരിക്കും ഈ വസ്തുസ്ഥൈര്യം എന്ന് പറഞ്ഞാൽ? അതായത് വസ്തുക്കൾ തൻ്റെ കൺമുമ്പിൽ നിന്ന് മറഞ്ഞാലും അവ നിലനിൽക്കുന്നു എന്ന ബോധത്തെയാണ് എന്തെന്ന് പറയുന്നത്? വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത്. എന്താണ് വസ്തുസ്ഥൈര്യം എന്ന് പറഞ്ഞാൽ? വസ്തുക്കൾ തൻ്റെ കൺമുൻപിൽ നിന്ന് മറഞ്ഞാലും അവ അവിടെ ഉണ്ട്, അല്ലെങ്കിൽ നിലനിൽക്കുന്നു എന്ന ഒരു ബോധത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് വസ്തുസ്ഥൈര്യം എന്ന് പറയുന്നത്. അപ്പോൾ വസ്തുസ്ഥൈര്യം കുട്ടി ആദ്യമായിട്ട് ആർജിച്ചു തുടങ്ങുന്നത് ഏത് ഘട്ടത്തിലാണ്? ദ്വിതീയ വർത്തുള പ്രതികരണങ്ങളുടെ ഏകോപന ഘട്ടത്തിലാണ്. ഓക്കെ. ഇനി കുട്ടി പൂർണ്ണമായിട്ട് ആർജിക്കുന്നത് ഏത് ഘട്ടത്തിലായിരിക്കും? തൃതീയ വർത്തുള പ്രതികരണ ഘട്ടത്തിലായിരിക്കും. 1.5 വയസ്സ് പ്രായമാകുമ്പോഴേക്കും കുട്ടികൾ വസ്തുസ്ഥൈര്യത്തിലുള്ള കഴിവ് ആർജിക്കുമെന്നാണ് ആര് പറയുന്നത്? ജീൻ പിയാഷെ പറയുന്നത്. 1.5 വയസ്സ് പ്രായമാകുമ്പോഴേക്കും കുട്ടികൾ വസ്തുസ്ഥൈര്യത്തിനുള്ള കഴിവ് ആർജിക്കുമെന്നാണ് ആര് പറയുന്നത്? ജീൻ പിയാഷെ പറയുന്നത്. ഇനി അടുത്ത ഘട്ടമാണ് മാനസിക പ്രതിനിധാന ഘട്ടം, 12 മുതൽ 24 മാസം. ഇൻവെൻറ്റീവ് എബിലിറ്റീസ് ഓർ മെൻ്റൽ കോമ്പിനേഷൻസ്. മാനസിക പ്രതിനിധാന ഘട്ടം 18 മാസം മുതൽ 24 മാസം വരെ. തനിക്ക് ഇഷ്ടപ്പെട്ട കളികൾ കുട്ടി സ്വയം കണ്ടെത്തുകയും അടുത്ത ഘട്ടത്തിലെ ചില പ്രത്യേകതകൾ, അതായത് പ്രതീകാത്മക ചിന്തനം, സചേതന ചിന്ത ആരംഭിച്ചു തുടങ്ങുന്നതും ഈ ഘട്ടത്തിലാണ്. മാനസിക പ്രതിനിധാന ഘട്ടം 18 മാസം മുതൽ 24 മാസം വരെയുള്ള കാലയളവ്. തനിക്ക് ഇഷ്ടപ്പെട്ട കളികൾ കുട്ടി സ്വയം കണ്ടെത്തുകയും അടുത്ത ഘട്ടത്തിലെ ചില പ്രത്യേകതകൾ ആരംഭിച്ചു തുടങ്ങുന്നതും ഈ ഘട്ടത്തിലാണ്. എന്തായിരിക്കും അപ്പോൾ അടുത്തൊരു ഘട്ടത്തിലെ പ്രതീകാത്മക ചിന്തനം അല്ലെങ്കിൽ സിംബോളിക് തോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതീകാത്മക ചിന്തനം വസ്തുക്കൾക്കും ആളുകൾക്കും സ്ഥലങ്ങൾക്കും പകരം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. അതാണ് പ്രതീകാത്മക ചിന്തനം, സിംബോളിക് തോട്ട്. വസ്തുക്കൾക്കും ആളുകൾക്കും സ്ഥലങ്ങൾക്കൊക്കെ പകരം എന്താണ്? പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നു. അടുത്തതാണ് കൺസർവേഷൻ. കൺസർവേഷൻ എന്താണ്? ആകൃതിയും രൂപവും വ്യത്യാസപ്പെടുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കുന്നില്ലെന്ന തിരിച്ചറിവാണ് ഏത്? കൺസർവേഷൻ. ആകൃതിയും രൂപവും വ്യത്യാസപ്പെടുമ്പോൾ അളവിൽ മാറ്റം സംഭവിക്കുന്നില്ല എന്ന തിരിച്ചറിവാണ് ഏത്? കൺസർവേഷൻ. അടുത്തതാണ് സചേതന ചിന്ത, അനിമിസം. ഏതാണ്? സചേതന ചിന്ത, അനിമിസം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്നും ജീവികളുടെ പ്രത്യേകത ഉണ്ടെന്നുമുള്ള ചിന്തയാണ് സചേതന ചിന്ത. ഇപ്പോൾ പാവക്കുട്ടികളോടൊക്കെ വർത്താനം പറയുന്നില്ലേ? അതാണ് എന്തിനു ഉദാഹരണം? സചേതന ചിന്തയ്ക്ക്, അനിമിസം. എല്ലാ വസ്തുക്കൾക്കും ജീവനുണ്ടെന്നും ജീവികളുടെ പ്രത്യേകതകൾ ഉണ്ടെന്നുമുള്ള ചിന്ത. അടുത്തതാണ് കേന്ദ്രീകരണം, സെൻട്രേഷൻ. നീളം, വീതി, ഉയരം എന്നിങ്ങനെയുള്ള നിരവധി സവിശേഷതകളിൽ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പരിമിതിയാണ് കേന്ദ്രീകരണം. നീളം, വീതി, ഉയരം എന്നിങ്ങനെയുള്ള നിരവധി സവിശേഷതകളിൽ ഒന്നിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന പരിമിതിയാണ് ഏത്? കേന്ദ്രീകരണമെന്ന് പറയുന്നത്.
അടുത്തതാണ് റിവേഴ്സിബിലിറ്റി, പ്രത്യാവർത്തന ചിന്ത. എന്താണ് റിവേഴ്സിബിലിറ്റി അഥവാ പ്രത്യാവർത്തന ചിന്ത? പുതിയ പ്രശ്ന സന്ദർഭങ്ങളെ പൂർവാനുഭവങ്ങളുമായി യുക്തിപൂർവ്വം ബന്ധിപ്പിക്കുന്നതിനുള്ള ശേഷിയാണ് പ്രത്യാവർത്തനം. ഉദാഹരണം, ഒരു 4 വയസ്സുകാരൻ 2ൻ്റെ സങ്കലന വസ്തുക്കൾ നന്നായി അറിയാമെങ്കിൽ 5+2 എന്ന വസ്തുത ഉൾപ്പെടുന്ന ഗണിത പ്രശ്നം കുട്ടി അനായാസം ചെയ്യുന്നു. എന്നാൽ 2+5 എന്ന ക്രിയ ഉൾപ്പെട്ട ഗണിത പ്രശ്നം കുട്ടിക്ക് ചിലപ്പോൾ ചെയ്യാൻ കഴിയില്ലെന്ന് വരാം. എന്താണ് പ്രത്യാവർത്തന ചിന്ത അല്ലെങ്കിൽ റിവേഴ്സിബിലിറ്റി എന്ന് പറഞ്ഞാൽ? പുതിയ പ്രശ്ന സന്ദർഭങ്ങളെ പൂർവാനുഭവങ്ങളുമായി യുക്തിപൂർവ്വം ബന്ധിപ്പിക്കുന്നതിനുള്ള ശേഷിയാണ് ഏത്? പ്രത്യാവർത്തനം. ഉദാഹരണമായിട്ട് നമ്മൾ എന്താ പറഞ്ഞത്? ഇപ്പോൾ 2ൻ്റെ സങ്കലന പട്ടിക, അഡീഷൻ ടേബിൾ കുട്ടിക്ക് അറിയാമെന്ന് വിചാരിക്കുക. കുട്ടിയോട് 5+2 എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് അറിയാം 7 ആണെന്ന്. പക്ഷെ തിരിച്ച് ചോദിച്ചാലോ, 2+5 എത്രയാണെന്ന് ചോദിച്ചാലോ കുഞ്ഞിന് അത് ചിലപ്പോൾ പറയാനായിട്ട് കഴിഞ്ഞില്ല എന്ന് വരും. അതാണ് എന്ത്? പ്രത്യാവർത്തന ചിന്ത എന്ന് പറയുന്നത്. അങ്ങോട്ടേക്ക് ചിന്തിക്കാം, തിരിച്ച് ചിന്തിക്കാനുള്ള കഴിവില്ലായ്മ. അടുത്താണ് ഈഗോ സെൻട്രിക് തോട്ട്, അഹം കേന്ദ്രീകൃത ചിന്ത. മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സംഭവങ്ങളെയോ വസ്തുക്കളെയോ നോക്കിക്കാണാൻ കുട്ടിക്ക് കഴിയില്ല. അതേസമയം താൻ കാണുന്ന പോലെ തന്നെയാണ് എല്ലാവരും ലോകത്തെ കാണുന്നത് എന്നതായിരിക്കും കുട്ടി കരുതുക. ഈ ഘട്ടത്തിൽ കുട്ടികൾക്ക് മറ്റുള്ളവരുടെ വീക്ഷണമനുസരിച്ച് ചിന്തിക്കാനാവില്ല. എന്താണ് ഈഗോ സെൻട്രിക് തോട്ട് അല്ലെങ്കിൽ അഹം കേന്ദ്രീകൃത ചിന്ത എന്ന് പറഞ്ഞാൽ? മറ്റുള്ളവരുടെ കാഴ്ചപ്പാടിൽ സംഭവങ്ങളെയോ വസ്തുക്കളെയോ നോക്കിക്കാണാൻ ആർക്ക് പറ്റില്ല? കുട്ടികൾക്ക് പറ്റില്ല. കുട്ടികൾ കാണുന്നത് പോലെയായിരിക്കും മറ്റുള്ളവർ കാണുന്നതെന്നും ആര് വിചാരിക്കുന്നു? കുട്ടികൾ വിചാരിക്കുന്നു. ഇത്രയും കാര്യങ്ങളാണ് എന്തിൽ വരുന്നത്? ഇന്ദ്രിയ ചാലക ഘട്ടത്തിൻ്റെ ഉപഘട്ടങ്ങളിൽ വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഏതൊക്കെയാണ്? അഭിയാഷയുടെ 4 ഘട്ടങ്ങൾ പറഞ്ഞല്ലോ. വൈജ്ഞാനിക വികസന ഘട്ടങ്ങൾ, അതായത് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റ്, സ്റ്റേജസ് ഓഫ് കോഗ്നിറ്റീവ് ഡെവലപ്മെൻറ്റിൽ ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ഏതാണ്? ഇന്ദ്രിയ ചാലക ഘട്ടം എന്ന് പറഞ്ഞു. അപ്പോൾ എത്ര വയസ്സ് വരെ ആയിരിക്കും ഇന്ദ്രിയ ചാലക ഘട്ടം? 2 വയസ്സ് വരെയാണ്. എത്ര വയസ്സ് വരെയാണ്? 2 വയസ്സ് വരെ. അവിടുത്തെ മെയിനായിട്ട് ഇപ്പോൾ എല്ലാം കൂടി ഒന്നിച്ചെന്ന് പറഞ്ഞാൽ എങ്ങനെയായിരിക്കും ഒന്ന് സവിശേഷതകൾ പറയാം? സെൻസറി മോട്ടോർ സ്റ്റേജാണ്. ഏതൊക്കെയാണ്? റിഫ്ലക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്നു. ഏറ്റവും തുടക്കത്തെ നമ്മൾ പറഞ്ഞതാണ് അല്ലേ? റിഫ്ലക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്നു. അടുത്ത പോയിന്റ് ഏതാണ്? മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു. അടുത്തത് സംഭവങ്ങൾ ഓർത്തു വെക്കാൻ ആരംഭിക്കുന്നു. പിന്നെയോ വസ്തുസ്ഥൈര്യം, ഒബ്ജക്റ്റ് പെർമിനൻസ് ഈ ഘട്ടത്തിൻ്റെ അവസാനം മാത്രം ആർജിക്കുന്നു. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം. അപ്പം ഇന്ദ്രിയ ചാലക ഘട്ടം അഥവാ സെൻസറി മോട്ടോർ സ്റ്റേജ് 2 വയസ്സ് വരെയാണ്. എന്തൊക്കെ സവിശേഷതകളാണ് വരുന്നത്? റിഫ്ലക്സുകൾ, സംവേദനം, ചലനം തുടങ്ങിയവയിലൂടെ ചുറ്റുപാടിൽ നിന്നും ഗ്രഹിക്കുന്നു. പിന്നെയോ മറ്റുള്ളവരെ അനുകരിക്കാൻ തുടങ്ങുന്നു. പിന്നെയോ സംഭവങ്ങൾ ഓർത്തു വയ്ക്കാൻ ആരംഭിക്കുന്നു. വസ്തുസ്ഥൈര്യം ഈ ഘട്ടത്തിൻ്റെ അവസാനം മാത്രം ആർജിക്കുന്നു. റിഫ്ലക്സ് പ്രവർത്തനങ്ങളിൽ നിന്നും ബോധപൂർവമായ പ്രവർത്തനങ്ങളിലേക്കുള്ള മാറ്റം. ഇനി രണ്ടാമത്തെ ഘട്ടമാണ് പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. പ്രാക് മനോവ്യാപാര ഘട്ടം, പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. എത്രയാണ്? 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെ. അവിടുത്തെ സവിശേഷതകൾ എന്തൊക്കെയാണ്? ഭാഷ വികസിക്കുന്നു. വസ്തുക്കളെ സൂചിപ്പിക്കാൻ പ്രതിരൂപങ്ങൾ ഉപയോഗിച്ചു തുടങ്ങുന്നു. പിന്നെയോ സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നു. ഈഗോ സെൻട്രിക് തോട്ട്. കേന്ദ്രീകൃത ചിന്തനം, സെൻട്രേഷൻ. ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്നു. ഇറിവേഴ്സിബിലിറ്റി. എല്ലാ വസ്തുക്കളും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്നു. അനിമിസം. ഓക്കെ, എന്താണ് നമ്മൾ പറഞ്ഞത്? പ്രാക് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത് 2 വയസ്സ് മുതൽ 7 വയസ്സ് വരെയാണ്. എന്തൊക്കെ പ്രത്യേകതകളാണുള്ളത്? ഭാഷ വികസിക്കുന്നു. വസ്തുക്കളെ സൂചിപ്പിക്കാൻ പ്രതിരൂപങ്ങൾ അഥവാ സിംബൽസ് ഉപയോഗിച്ചു തുടങ്ങുന്നു. സ്വന്തം വീക്ഷണകോണിലൂടെ മാത്രം കാര്യങ്ങൾ നോക്കിക്കാണുന്നു. ഈഗോ സെൻട്രിക് തോട്ടാണ്. കേന്ദ്രീകൃത ചിന്തനം, സെൻട്രേഷൻ. ഒരു ദിശയിലേക്ക് മാത്രം ചിന്തിക്കാൻ കഴിയുന്ന ഇറിവേഴ്സിബിലിറ്റി. എല്ലാ വസ്തുക്കൾക്കും ജീവനുള്ളവയുടെ പ്രത്യേകതകൾ പ്രകടിപ്പിക്കുന്നതായി കരുതുന്നു.
അനിമിസം. ഓക്കെ, ഇനി അടുത്തതാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം. മൂന്നാമത്തെ സ്റ്റേജാണ് മൂർത്ത മനോവ്യാപാര ഘട്ടം, കോൺക്രീറ്റ് ഓപ്പറേഷൻ സ്റ്റേജ് അല്ലെങ്കിൽ വസ്തുനിഷ്ഠ മനോവ്യാപാര ഘട്ടം എന്നൊക്കെ പറയും. 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെ തൻ്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്നു. തൻ്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവ്വം ചിന്തിക്കാൻ കഴിയുന്നു. ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിലെത്തിച്ചേരുന്നു. പ്രത്യാവർത്തനത്തിനുള്ള കഴിവ് ആർജിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി എന്നിവ മനസ്സിലാക്കുന്നു. മൂർത്ത മനോവ്യാപാര ഘട്ടത്തിൽ എന്തൊക്കെയാണ് പറയുന്നത്? തൻ്റെ മുന്നിൽ അനുഭവവേദ്യമായ പ്രശ്നങ്ങളെക്കുറിച്ച് യുക്തിപൂർവം ചിന്തിക്കാൻ കഴിയുന്നു. ചിന്തയിൽ സ്ഥിരത ആർജിക്കുന്നു. പല സവിശേഷതകൾ പരിഗണിച്ചുകൊണ്ട് നിഗമനത്തിലെത്തിച്ചേരുന്നു. പ്രത്യാവർത്തനമുള്ള കഴിവ് ആർജിക്കുന്നു. ഭൂതം, വർത്തമാനം, ഭാവി, പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചർ എന്നിവ മനസ്സിലാക്കുന്നു. ഇനി അടുത്തതാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടം, ഫോർമൽ ഓപ്പറേഷണൽ സ്റ്റേജ്. 11 വയസ്സ് മുതൽ മുകളിലോട്ട്, കൗമാരവും അതിനുശേഷവും. ഔപചാരിക മനോവ്യാപാര ഘട്ടം 11 വയസ്സിന് മുകളിൽ. ഏതൊക്കെയായിരിക്കാം സവിശേഷത? പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവം പരിഹരിക്കുന്നു. പല വീക്ഷണകോണുകളിലൂടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ, നീതിബോധം, സ്വതബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു. എന്തൊക്കെയാണ് ഔപചാരിക മനോവ്യാപാര ഘട്ടത്തിൽ വരുന്നത്? പരികൽപ്പനകൾ രൂപീകരിക്കുന്നതിനും അവ പരിശോധിക്കുന്നതിനും കഴിയുന്നു. അമൂർത്തമായ പ്രശ്നങ്ങളെ യുക്തിപൂർവ്വം പരിഹരിക്കുന്നു. പല വീക്ഷണകോണുകളിലൂടെ പ്രശ്നങ്ങളെ നോക്കിക്കാണുന്നു. സാമൂഹ്യ പ്രശ്നങ്ങൾ, നീതിബോധം, സ്വതബോധം എന്നിവയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകൾ രൂപപ്പെടുന്നു. ഓക്കെ, അപ്പോൾ പിയാഷയുടെ 4 ഘട്ടങ്ങൾ പഠിച്ചു കഴിഞ്ഞു. അടുത്ത ചോദ്യം ഇതാണ്: 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണെന്ന്? 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കുന്ന ഏജൻസി ഏതാണെന്ന്? SSA, ICDS, RMSA, RUSA. SSA, ICDS, RMSA, RUSA. ഇതായിരിക്കും 6 വയസ്സ് വരെയുള്ള ശിശുക്കളുടെ സമഗ്ര വികാസം ലക്ഷ്യമാക്കുന്ന ഏജൻസി. ICDS ആണ്. എന്താണ്? ICDS. ICDS എന്നാണ് വന്നത്? ആ പദ്ധതി നടപ്പിലാക്കിയത് എന്നാണ്? ICDS 1975 1-9-7-5 ഒക്ടോബർ 2. 1975 1975 ഒക്ടോബർ 2 വന്നത്. ICDSന്റെ ഫുൾ ഫോം എന്താണ്? സംയോജിത ശിശുവികസന സേവന പദ്ധതി. എന്താണ്? സംയോജിത ശിശുവികസന സേവന പദ്ധതി, ഇൻ്റഗ്രേറ്റഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് സർവീസ്. എന്നാണ് രൂപീകൃതമായത്? 1975 ഒക്ടോബർ 2. നവജാത ശിശു മുതൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, പോഷകാഹാരക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കൽ തുടങ്ങിയവയാണ് സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. ICDSൻ്റെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ്? നവജാത ശിശു മുതൽ 6 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ, അമ്മമാർ, കൗമാരപ്രായക്കാരായ പെൺകുട്ടികൾ തുടങ്ങിയവരുടെ ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തൽ, പോഷകാഹാരക്കുറവ് അടക്കമുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കൽ തുടങ്ങിയവയാണ് സംയോജിത ശിശു വികസന സേവന പദ്ധതിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി 1994 ആരംഭിച്ച പദ്ധതിയാണ് DPEP, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. പ്രൈമറി വിദ്യാഭ്യാസം സാർവത്രികമാക്കാനായി 1994 ആരംഭിച്ച പദ്ധതിയാണ് DPEP, ഡിസ്ട്രിക്ട് പ്രൈമറി എഡ്യൂക്കേഷൻ പ്രോഗ്രാം. 6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാനുള്ള പദ്ധതിയാണ് SSA, സർവശിക്ഷ അഭിയാൻ 2001.
6 വയസ്സ് മുതൽ 14 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികളുടെ പ്രാഥമിക വിദ്യാഭ്യാസം സാർവത്രികമാക്കാനുള്ള പദ്ധതിയാണ് SSA സർവശിക്ഷ അഭിയാൻ. 2001 വന്നത്. സർവശിക്ഷ അഭിയാൻ്റെ മാതൃകയിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് RMSA രാഷ്ട്രീയ മാധ്യമ ശിക്ഷ അഭിയാൻ. രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷ അഭിയാൻ RMSA സർവ ശിക്ഷ അഭിയാൻ്റെ മാതൃകയിലുള്ള സെക്കൻഡറി വിദ്യാഭ്യാസ പദ്ധതിയാണ് RMSA. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികവുറ്റതാക്കാനുള്ള കേന്ദ്ര പദ്ധതിയാണ് രാഷ്ട്രീയ ഉച്ചത ശിക്ഷ അഭിയാൻ RUSA. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മികവുറ്റതാക്കാനുള്ള കേന്ദ്ര പദ്ധതിയാണ് ഏത്? രാഷ്ട്രീയ ഉച്ചത ശിക്ഷ അഭിയാൻ RUSA. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഹണ്ടർ കമ്മീഷൻ. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഏതാണ്? ഹണ്ടർ കമ്മീഷൻ. ഹണ്ടർ കമ്മീഷനെ നിയമിച്ച വർഷമാണ് 1882. 1882. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷനാണ് ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ കമ്മീഷൻ ഡോക്ടർ S രാധാകൃഷ്ണൻ കമ്മീഷൻ. രാധാകൃഷ്ണൻ കമ്മീഷനെ നിയമിച്ച വർഷം 1948. 1948. ഇന്ത്യയിൽ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. ഇന്ത്യയിൽ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ നിലവിൽ വരാൻ ശുപാർശ ചെയ്ത കമ്മീഷനാണ് ഡോക്ടർ രാധാകൃഷ്ണൻ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷനാണ് മുതലിയാർ കമ്മീഷൻ. സെക്കൻഡറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട കമ്മീഷൻ മുതലിയാർ കമ്മീഷൻ. ത്രിഭാഷാ പദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ മുതലിയാർ കമ്മീഷനാണ്. ത്രിഭാഷാ പദ്ധതി ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? മുതലിയാർ കമ്മീഷൻ. 10+2+3 രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് കോതാരി കമ്മീഷൻ. 10+2+3 രീതിയിലുള്ള വിദ്യാഭ്യാസ പദ്ധതി അവതരിപ്പിച്ചത് കോതാരി കമ്മീഷൻ. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളാണ് എന്ന് പറഞ്ഞത് ആരാണ്? DS കോതാരിയാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ്. ഇന്ത്യയുടെ ഭാവി നിർണ്ണയിക്കപ്പെടുന്നത് ക്ലാസ് മുറികളിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? DS കോത്താരിയാണ്. 5-3-3-4 രീതിയിലുള്ള വിദ്യാഭ്യാസ നയം 2020 അവതരിപ്പിച്ചത് കസ്തൂരിരംഗൻ കമ്മീഷൻ. 5-3-3-3 5-3-3-4 5+3+3+4 രീതിയിലുള്ള, അതായത് ന്യൂ എഡ്യൂക്കേഷൻ പോളിസി നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. ആരുടെയാണ് അവതരിപ്പിച്ചത് 2020 കസ്തൂരിരംഗൻ കമ്മീഷൻ. 1986-87 ആരംഭിച്ച ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പദ്ധതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പ്രൈമറി വിദ്യാഭ്യാസം. ഓപ്പറേഷൻ ബ്ലാക്ക് ബോർഡ് പ്രൈമറി വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ടതാണ്. എന്നാണ് ആ ഒരു പദ്ധതി നടന്നത്? 1986-87. ഇന്ത്യയിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആരംഭിച്ച വർഷം 1986. ഇന്ത്യയിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആരംഭിച്ച വർഷം 1986. 1986. ഇന്ത്യയിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആരംഭിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ഇന്ത്യയിൽ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ആരംഭിച്ച പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി. ആരാണ്? രാജീവ് ഗാന്ധി. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. 1854. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിൻ്റെ മഗ്ന കാർട്ട എന്നറിയപ്പെടുന്നത് വുഡ്സ് ഡെസ്പാച്ച്. 1854. 1854. വുഡ്സ് ഡെസ്പാച്ചിൻ്റെ തലവൻ സർ ചാൾസ് വുഡ്. വുഡ്സ് ഡെസ്പാച്ചിൻ്റെ തലവൻ സർ ചാൾസ് വുഡ്. വുഡ്സ് ഡെസ്പാച്ചിനെ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. വുഡ്സ് ഡെസ്പാച്ചിനെ നിയമിച്ച ഗവർണർ ജനറൽ ഡൽഹൌസി. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വർധ. 1937. ഗാന്ധിജി അവതരിപ്പിച്ച വിദ്യാഭ്യാസ പദ്ധതിയാണ് വർധ. 1937. നയീം താലീം വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത് മഹാത്മാഗാന്ധിജി. നയീം താലീം
വിദ്യാഭ്യാസ പദ്ധതി ആരംഭിച്ചത് മഹാത്മാഗാന്ധിജി. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി 1976. വിദ്യാഭ്യാസത്തെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി 42-ാം ഭേദഗതി എന്നായിരുന്നു? 1976. 1976. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമായി മാറ്റിയ ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിയ ആർട്ടിക്കിൾ 21A. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 4. വിദ്യാഭ്യാസ അവകാശ നിയമം പാസാക്കിയത് 2009 ഓഗസ്റ്റ് 4. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് 2010 ഏപ്രിൽ 1. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്ന വർഷം 1988. ദേശീയ സാക്ഷരതാ മിഷൻ നിലവിൽ വന്നത് 1988. 1988. ഇന്ത്യയിൽ 100% സാക്ഷരത നേടിയ ആദ്യ പട്ടണം കോട്ടയം. ഇന്ത്യയിൽ 100% സാക്ഷരത നേടിയ ആദ്യ പട്ടണമാണ് ഏത്? കോട്ടയം. 1989. 1989. ഇന്ത്യയിൽ 100% സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം. ഇന്ത്യയിൽ 100% സാക്ഷരത നേടിയ ആദ്യത്തെ ജില്ല എറണാകുളം. 1990. 1990. കേരളത്തെ ഇന്ത്യയിലെ 100% സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991 ഏപ്രിൽ 18. കേരളത്തെ ഇന്ത്യയിലെ 100% സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമായി പ്രഖ്യാപിച്ച വർഷം 1991 ഏപ്രിൽ 18. 1991 ഏപ്രിൽ 18. സ്കൂൾ കുട്ടികൾക്കായി കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന ഓൺലൈൻ ക്ലാസ്സാണ് ഫസ്ബെൽ. സ്കൂൾ കുട്ടികൾക്കായി കേരള ഗവൺമെൻറ് നടപ്പാക്കുന്ന ഓൺലൈൻ ക്ലാസ് ഏതാണ്? ഫസ്ബെൽ. അടുത്ത ക്വസ്റ്റ്യൻ, ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത എന്താണ്? ആരോഗ്യ ദിനവുമായി ബന്ധപ്പെട്ട് മാർച്ച് 24 പ്രത്യേകത: ലോക ഹീമോഫീലിയ ദിനം, ലോക മലേറിയ ദിനം, ലോക ക്ഷയരോഗ ദിനം, ലോക പോളിയോ ദിനം. ഏതായിരിക്കും മാർച്ച് 24? ലോക ക്ഷയരോഗ ദിനമാണ്. ഏതാണ്? ലോക ക്ഷയരോഗ ദിനം. അപ്പോൾ കുറച്ച് ആരോഗ്യ ദിനങ്ങളൊന്ന് ഓർത്തിരിക്കാം, ശ്രദ്ധിച്ചിരിക്കാം കേട്ടോ. ആരോഗ്യ ദിനങ്ങൾ: ജനുവരി 4 ലോക ഹിപ്നോട്ടിസം ദിനം. ജനുവരി 4 ലോക ഹിപ്നോട്ടിസം ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. ഫെബ്രുവരി 4 ലോക ക്യാൻസർ ദിനം. മാർച്ച് 8 ലോക വൃക്ക ദിനം. മാർച്ച് 8 ലോക വൃക്ക ദിനം. മാർച്ച് 24 നമ്മളിപ്പോൾ പഠിച്ചത് ലോക ക്ഷയരോഗ ദിനം. മാർച്ച് 24 ലോക ക്ഷയരോഗ ദിനം. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. ഏപ്രിൽ 2 ഓട്ടിസം അവബോധ ദിനം. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. ഏപ്രിൽ 11 പാർക്കിൻസൺസ് ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 17 ലോക ഹീമോഫീലിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. ഏപ്രിൽ 25 മലേറിയ ദിനം. മെയ് 25 ലോക തൈറോയിഡ് ദിനം. മെയ് 25 ലോക തൈറോയിഡ് ദിനം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനം. ജൂൺ 14 അന്തർദേശീയ രക്തദാന ദിനം. ജൂൺ 14 അന്തർദേശീയ രക്തദാന ദിനം. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ജൂലൈ 28 ലോക ഹെപ്പറ്റൈറ്റിസ് ദിനം. ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം. ഓഗസ്റ്റ് 3 ദേശീയ ഹൃദയം മാറ്റിവെക്കൽ ദിനം. ഓഗസ്റ്റ് 20 അന്തർദേശീയ കൊതുക് ദിനം. ഓഗസ്റ്റ് 20 അന്തർദേശീയ കൊതുക് ദിനം. സെപ്റ്റംബർ 10 ആത്മഹത്യാ നിരോധന ദിനം. സെപ്റ്റംബർ 10 ആത്മഹത്യാ നിരോധന ദിനം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. സെപ്റ്റംബർ 29 ലോക ഹൃദയ ദിനം. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഒക്ടോബർ 10 ലോക മാനസികാരോഗ്യ ദിനം. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം. ഒക്ടോബർ 24 ലോക പോളിയോ ദിനം.
നവംബർ 12 ലോക ന്യൂമോണിയ ദിനം. നവംബർ 12 ലോക ന്യൂമോണിയ ദിനം. നവംബർ 14 ലോക പ്രമേഹ ദിനം. നവംബർ 14 ലോക പ്രമേഹ ദിനം. അത് ഓർത്തിരിക്കണം കേട്ടോ. ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനം. അത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നവംബർ 14 ലോക പ്രമേഹ ദിനം. ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനം. ഡിസംബർ 3 അന്താരാഷ്ട്ര വികലാംഗ ദിനം. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏതാണെന്നാണ്. അപ്പോൾ നമുക്ക് ഉൾപ്പെടുന്നത് ഏതാണെന്ന് പഠിച്ചു വയ്ക്കാം. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ വികാസത്തിൻ്റെ സവിശേഷതകളിൽ ഉൾപ്പെടുന്നു നോക്കാം. ഏതൊക്കെയായിരിക്കും വികാസത്തിൻ്റെ ഇതിൽ വരുന്നത്? പാരമ്പര്യ പരിസ്ഥിതി ഘടകങ്ങളുടെ ആകെ തുകയാണ് വികാസം. എന്താണ്? പാരമ്പര്യ പരിസ്ഥിതി ഘടകങ്ങളുടെ ആകെ തുകയാണ് എന്ത്? വികാസം. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. വികാസം വ്യത്യസ്ത ശരീരഭാഗങ്ങളിൽ വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു. പിന്നെയോ വികാസം ചില ക്രമങ്ങൾ പാലിക്കുന്നു. ഓക്കെ. ഇതിനകത്ത് കൊടുത്തിരുന്ന അടുത്ത ഓപ്ഷൻ ഇതായിരുന്നു. വ്യക്തിയിൽ ഉണ്ടാകുന്ന ഘടനാപരമായ മാറ്റങ്ങളാണ് വികാസമെന്ന്. അതായിരുന്നു ഉൾപ്പെടാത്തത്. ഇനി വികാസവും വളർച്ചയും എന്താണെന്ന് നോക്കാം. അപ്പം ആദ്യം പറഞ്ഞത് വളർച്ചയാണ്. വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് പഠിക്കാം. വളർച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? വളർച്ച വികാസത്തിന് കാരണമാകാം, അല്ലെന്നും വരാം. വളർച്ച എന്താണ്? വികാസത്തിന് കാരണവുമാകാം, അല്ലെന്നും വരാം. വികാസം എങ്ങനെയായിരിക്കും? വികാസം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. വികാസം വളർച്ചയില്ലാതെ തന്നെ സാധ്യമാണ്. വളർച്ച പുരോഗമനാത്മകമോ ക്ഷയോത്മകമോ ആകാം. എന്താണ്? വളർച്ച പുരോഗമനാത്മകമോ അല്ലെങ്കിൽ ക്ഷയോത്മകമോ ആകാം. വികാസം പുരോഗമനാത്മകമായ മാറ്റത്തെ കുറിക്കുന്നു. വികാസം പുരോഗമനാത്മകമായ മാറ്റത്തെ കുറിക്കുന്നു. വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. വളർച്ച ഘടനാപരവും ശാരീരികവുമായ മാറ്റത്തെ കുറിക്കുന്നു. വികാസം ജീവിയുടെ സമഗ്രമായ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു. വികാസം ജീവിയുടെ സമഗ്രമായ മാറ്റത്തെ ഉൾക്കൊള്ളുന്നു. 4ാമത്തെ പോയിന്റ്, വളർച്ച വികസന പ്രക്രിയയിലെ പല അംശങ്ങളിൽ ഒന്നു മാത്രമാണ്. വളർച്ച വികസന പ്രക്രിയയിലെ പല അംശങ്ങളിൽ ഒന്നു മാത്രമാണ്. വികാസം കൂടുതൽ വിപുലവും സമഗ്രവുമാണ്. അത് വ്യക്തിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. വികാസം കൂടുതൽ വിപുലവും സമഗ്രവുമാണ്. അത് വ്യക്തിയിൽ വരുന്ന എല്ലാ മാറ്റങ്ങളെയും ഉൾക്കൊള്ളുന്നു. 5ാമത്തെ പോയിന്റ്, വളർച്ച അനുസ്യൂത പ്രക്രിയയല്ല, പക്വത പ്രാപിക്കുന്നതോടെ അത് അവസാനിക്കുന്നു. വളർച്ച അനുസ്യൂത പ്രക്രിയയല്ല, പക്വത ആർജിക്കുന്നതിലൂടെ അല്ലെങ്കിൽ പക്വത പ്രാപിക്കുന്നതിലൂടെ അത് അവസാനിക്കുന്നു. വികാസം ബീജസങ്കലനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. വികാസം ബീജസങ്കലനം മുതൽ മരണം വരെ അനുസ്യൂതം നടക്കുന്നു. പരിപക്വതയോടെ അത് അവസാനിക്കുന്നില്ല. പരിപക്വത എന്ന് വെച്ചാൽ എന്താണ്? മെച്ചുറേഷനാണ് അല്ലേ. അടുത്തത് 6ാമത്തെ പോയിന്റ്, വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വളർച്ച പരിപക്വതയെയും പഠനത്തെയും ആശ്രയിക്കുന്നില്ല. വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം പരിപക്വതയെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. 7ാമത്തെ പോയിന്റ്, കോശവിഭജനം മൂലം പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവാണ് വളർച്ച. കോശവിഭജനം മൂലം പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവാണ് വളർച്ച. ജീവിയുടെ പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവിനൊപ്പം മറ്റു മാറ്റങ്ങളും വികാസം ഉൾക്കൊള്ളുന്നു. ജീവിയുടെ പിണ്ഡത്തിലുണ്ടാകുന്ന വർധനവിന് ഒപ്പം മറ്റു മാറ്റങ്ങളും വികാസം ഉൾക്കൊള്ളുന്നു. 8ാമത്തെ പോയിന്റ്, വളർച്ച ഘടനാപരമാണ്, വികാസം നിർവഹണപരമാണ്. വളർച്ച എങ്ങനെയാണ്? ഘടനാപരമാണ്. വികാസമാണെങ്കിലോ നിർവഹണപരമാണ്. 9ാമത്തെ പോയിന്റ്, വളർച്ചയുടെ ഫലമുണ്ടാകുന്ന മാറ്റങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും അളക്കാനും കഴിയും.
വളർച്ചയുടെ ഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ നേരിട്ട് നിരീക്ഷിക്കാനും അളക്കാനും കഴിയും. വികാസഫലമുണ്ടാകുന്ന മാറ്റങ്ങൾ പലതും നേരിട്ട് നിരീക്ഷിക്കാനോ അളക്കാനോ കഴിയില്ല. വികാസഫലമായി ഉണ്ടാകുന്ന മാറ്റങ്ങൾ പലതും നേരിട്ട് നിരീക്ഷിക്കാനോ അളക്കാനോ കഴിയില്ല. 10ാമത്തെ പോയിന്റ്, വളർച്ച പരിമാണികമാണ്, വികാസം ഗുണാത്മകമാണ്. വളർച്ച പരിമാണികമാണ്, വികാസം എന്താണ്? ഗുണാത്മകമാണ്. ഓക്കെ, ഇതാണ് വളർച്ചയും വികാസവും തമ്മിലുള്ള വ്യത്യാസം. ഇനി ചാലക വികാസ തത്വങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതാണ് ചാലക വികാസ തത്വങ്ങൾ? ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. സ്ഥൂല ചലനങ്ങളിൽ നിന്ന് സൂക്ഷ്മ ചലനങ്ങളിലേക്ക്, സ്ഥൂലപേശികളിൽ നിന്ന് സൂക്ഷ്മപേശിയിലേക്ക്, ശിരോഭാഗത്തു നിന്ന് പാദങ്ങളിലേക്ക്, അധികോർജ വിനിമയത്തിൽ നിന്നും ലഘുപ്രയത്നത്തിലേക്ക്, പിന്നെ ദ്വിപാർശ്വത്തിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക്. ചാലക വികാസ തത്വങ്ങൾ ഏതൊക്കെയാണ്? സ്ഥൂല ചലനങ്ങളിൽ നിന്ന് സൂക്ഷ്മ ചലനങ്ങളിലേക്ക്, സ്ഥൂലപേശികളിൽ നിന്ന് സൂക്ഷ്മപേശികളിലേക്ക്, ശിരോഭാഗത്ത് നിന്ന് പാദങ്ങളിലേക്ക്, അധികോർജ വിനിമയത്തിൽ നിന്ന് ലഘുപ്രയത്നത്തിലേക്ക്, ദ്വിപാർശ്വത്തിൽ നിന്ന് ഏകപാർശ്വത്തിലേക്ക്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. അടുത്ത ചോദ്യം ഇതാണ്, പ്രക്ഷേപണ തന്ത്രങ്ങളിൽ അതായത് പ്രൊജക്റ്റീവ് ടെക്നിക്കിൽ ഉൾപ്പെടാത്തത് ഏതാണ്? റോഷ മഷിയൊപ്പ് പരീക്ഷ, റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ്, സാമൂഹിക ബന്ധ പരിശോധനകൾ സോഷ്യോമെട്രിക് ടെക്നിക്ക്, തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദസഹചരത്വ പരീക്ഷ വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. ഏതായിരിക്കും പ്രക്ഷേപണ തന്ത്രങ്ങളിൽ ഉൾപ്പെടാത്തത്? സോഷ്യോമെട്രിക് ടെക്നിക്ക് അഥവാ സാമൂഹിക ബന്ധ പരിശോധനകളാണ്. പ്രക്ഷേപണ തന്ത്രങ്ങളാണ് ഏതൊക്കെ? റോഷ മഷിയൊപ്പ് പരീക്ഷ, തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, പദസഹചരത്വ പരീക്ഷ. പദസഹചരത്വ പരീക്ഷ. അപ്പോൾ പ്രധാനപ്പെട്ട പ്രക്ഷേപണ തന്ത്രങ്ങൾ പ്രൊജക്റ്റീവ് ടെക്നിക്ക് ഏതൊക്കെയാണെന്ന് പറഞ്ഞ്. റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഹെർമൻ റോഷയാണ് വികസിപ്പിച്ചത്. റോഷ ഇങ്ക്ബ്ലോട്ട് ടെസ്റ്റ് ഹെർമൻ റോഷ. തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ടാറ്റ് മൊറെ ആൻഡ് മോർഗൻ. തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ടാറ്റ് TAT ടാറ്റ്. തെമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ് ആരാണ് വികസിപ്പിച്ചത്? മൊറെ ആൻഡ് മോർഗൻ. ചിൽഡ്രൻ അപ്പർസെപ്ഷൻ ടെസ്റ്റ് കാറ്റ് ലിയോപോൾസ് ബല്ലാക്ക്. ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കാറ്റ് ലിയോപോൾഡ് ബല്ലാക്ക്. 3 വയസ്സിനും 10 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്നു. ഓർത്തിരിക്കാം, 3 വയസ്സിനും 10 വയസ്സിനും ഇടയിലുള്ള കുട്ടികളുടെ വ്യക്തിത്വം അളക്കാൻ ഉപയോഗിക്കുന്നതാണ് ഏത്? ചിൽഡ്രൻസ് അപ്പർസെപ്ഷൻ ടെസ്റ്റ് കാറ്റ്. ആരാണ് വികസിപ്പിച്ചത്? ലിയോപോൾഡ് ബല്ലാക്ക്. അടുത്തത് വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്. വേർഡ് അസോസിയേഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് കാൾ യുങ് ആണ്. ആരാണ്? കാൾ യുങ്. 5ാമത്തെ സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ് വികസിപ്പിച്ചത് ഹെർമൻ ഹെബിംഗസ്. ഹെർമൻ ഹെബിംഗസ് ആണ് സെൻറ്റൻസ് കംപ്ലീഷൻ ടെസ്റ്റ്. 6ാമത്തെ പിക്ചർ അസോസിയേഷൻ ടെസ്റ്റ്. 7 മാൻ ഡ്രോയിങ് ടെസ്റ്റ്. 8 ഡ്രാമാറ്റിക് ടെസ്റ്റ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്, താഴെ പറയുന്നവയിൽ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏതാണ്? സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി. സംഘപഠനം, സഹവർത്തിത പഠനം, ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ, സംവാദാത്മക പഠനം. ഏതായിരിക്കും? സംഘപഠനം, സഹവർത്തിത പഠനം, ആവർത്തിച്ചുരുവിട്ട് പഠിക്കൽ, സംവാദാത്മക പഠനം. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ പിൻബലമില്ലാത്ത പഠന രീതി ഏതാണ്? ആവർത്തിച്ച് ഉരുവിട്ട് പഠിക്കൽ. അപ്പോൾ സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിനുമായി ബന്ധപ്പെട്ട പഠന രീതികളാണ് ഏതൊക്കെ? സംഘപഠനം, സഹവർത്തിത പഠനം, സംവാദാത്മക പഠനം. അടുത്ത ചോദ്യം ഇതാണ്, പിയാഷയുടെ വൈജ്ഞാനിക വികസന ഘട്ട സിദ്ധാന്തം അനുസരിച്ച് സചേതന ചിന്ത, കേന്ദ്രീകരണം എന്നിവ ഏത് വൈജ്ഞാനിക വികാസ ഘട്ടത്തിൻ്റെ സവിശേഷതയാണ്? വേഗം പറഞ്ഞേ, നമ്മൾ പഠിച്ചതാണ്. സചേതന ചിന്തയും കേന്ദ്രീകരണം ഏതിലാണ് വരിക? ഇന്ദ്രിയ ചാലക ഘട്ടം, സെൻസറി മോട്ടോർ സ്റ്റേജ്, പ്രാക് മനോവ്യാപാര ഘട്ടം, ഔപചാരിക മനോവ്യാപാര ഘട്ടം, മൂർത്ത മനോവ്യാപാര ഘട്ടം. ഏതിൽ വരും? അനിമസും സെൻട്രേഷനൊക്കെ കേന്ദ്രീകരണം. പ്രാക് മനോവ്യാപാര ഘട്ടം അഥവാ പ്രീ ഓപ്പറേഷണൽ സ്റ്റേജ്. ഇനി എന്തൊക്കെയായിരിക്കാം സവിശേഷത? ഒന്നുകൂടി ഒന്ന് ഓർത്തിരുന്നേ, നമ്മൾ പഠിച്ചതാണ്. എന്നാലും എന്തൊക്കെയാണ്? അതായത് പ്രാക് മനോവ്യാപാര ഘട്ടം അല്ലെങ്കിൽ മനോവ്യാപാര പൂർവ്വഘട്ടത്തിൽ വസ്തുക്കൾക്ക് ബിംബത്തിൻ്റെ രൂപത്തിൽ അർത്ഥം കൈവരുന്നു. പ്രാക് മനോവ്യാപാര ഘട്ട സവിശേഷതകളാണ് പ്രതീകാത്മക ചിന്ത,
സിംബോളിക് തോട്ട്, അഹം കേന്ദ്രീകൃത ചിന്ത, ഈഗോസെൻട്രിക് തോട്ട്, സചേതന ചിന്ത, അനിമിസ്റ്റിക് തോട്ട്, കൺസർവേഷൻ, പിന്നെയോ കേന്ദ്രീകരണം, പ്രത്യാവർത്തനം. പ്രത്യാവർത്തനം തുടർന്ന് വരുന്ന ഒരു ഘട്ടത്തിൽ മാത്രം വികസിക്കുന്ന ശേഷിയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ വരുന്ന സവിശേഷതകൾ. പഠിച്ചതാണ്, എന്നാലും ഒന്നുകൂടി പറയാണ്, അപ്പോൾ ഒന്നുകൂടി ഒന്ന് തറാവുമല്ലോ. പ്രതീകാത്മക ചിന്ത, അഹം കേന്ദ്രീകൃത ചിന്ത, സചേതന ചിന്ത, കൺസർവേഷൻ, കേന്ദ്രീകരണം, പ്രത്യാവർത്തനം. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചിൻ്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണെന്ന്. ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണെന്ന്. ഘടനാവാദം, സ്ട്രക്ചറലിസം, മാനവികതാവാദം, ഹ്യൂമാനിസം, വ്യവഹാരവാദം, ബിഹേവിയറിസം, സമഗ്രതാവാദം, ഗസ്റ്റാൾട്ടിസം. ഏതായിരിക്കും? ഉദ്ഗ്രഥിത സമീപനത്തിൻ്റെ മനഃശാസ്ത്ര അടിത്തറയായി പരിഗണിക്കാവുന്ന ചിന്താധാര ഏതാണ്? സമഗ്രതാവാദം, ഗസ്റ്റാൾട്ടിസമാണ്. ഓക്കെ, സമഗ്രതാവാദം. അടുത്ത ചോദ്യം ഇതാണ്. സാമൂഹിക സൂക്ഷ്മദർശിനി, സോഷ്യൽ മൈക്രോസ്കോപ്പ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് മനഃശാസ്ത്ര പഠന രീതിയാണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇൻവെൻ്ററി, സർവേ രീതി, കേസ് സ്റ്റഡി. സാമൂഹിക സൂക്ഷ്മദർശിനി എന്ന് വിശേഷിപ്പിക്കുന്നത് ഏതിനെയാണ്? ക്യുമുലേറ്റീവ് റെക്കോർഡ്, ഇൻവെൻ്ററി, സർവേ രീതി, കേസ് സ്റ്റഡി. ഏതായിരിക്കും? കേസ് സ്റ്റഡി. കേസ് സ്റ്റഡി എന്താണെന്ന് നമ്മൾ പഠിച്ചതാണല്ലേ. എന്തായിരുന്നു? ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവര രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് ഏത്? കേസ് സ്റ്റഡി. എന്താണ്? ഒരു വ്യക്തിയുടെ പ്രശ്നങ്ങളെ സംബന്ധിച്ച് ലഭ്യമായ സ്രോതസ്സുകളിൽ നിന്ന് വിവിധ രീതിയിൽ വിവരങ്ങൾ ശേഖരിച്ച് സമഗ്രമായി പഠിക്കുന്ന രീതിയാണ് ഏത്? കേസ് സ്റ്റഡി. കേസ് സ്റ്റഡിയിലെ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? കേസ് തിരഞ്ഞെടുക്കൽ, പരികൽപ്പന രൂപപ്പെടുത്തൽ, സ്ഥിതി വിവരശേഖരണം, വിവര വിശകലനം, സമന്വയിപ്പിക്കൽ, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ. ഇതൊക്കെയാണ് കേസ് സ്റ്റഡിയിലെ ഘട്ടങ്ങൾ. കേസ് തിരഞ്ഞെടുക്കൽ, പരികൽപ്പന രൂപപ്പെടുത്തൽ, സ്ഥിതി വിവരശേഖരണം, വിവര വിശകലനം, സമന്വയിപ്പിക്കൽ, പരിഹാര മാർഗങ്ങൾ നിർദ്ദേശിക്കൽ, റിപ്പോർട്ട് തയ്യാറാക്കൽ. ഓക്കെ. അടുത്ത ചോദ്യം ഇതാണ്. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറുവശത്ത് മാംഗോ എന്നും എഴുതിയ ഒരു പഠനോപകരണം ടീച്ചർ ക്ലാസ്സിൽ ഉപയോഗിക്കുന്നു. ഈ പഠനോപകരണം ഏത് പഠന സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയതാണ്? ശ്രമപരാജയ സിദ്ധാന്തം, ട്രയൽ ആൻഡ് എറർ ലേണിംഗ്, പ്രവർത്തന അനുബന്ധന സിദ്ധാന്തം, ഓപ്പറന്റ് കണ്ടീഷനിങ് തിയറി, സമഗ്രതാ സിദ്ധാന്തം, ഗസ്റ്റാൾട്ട്സ് തിയറി, അനുബന്ധന സിദ്ധാന്തം, കണ്ടീഷനിങ് തിയറി. ഇതായിരിക്കും ആൻസർ. ഒരു കാർഡിൻ്റെ ഒരു വശത്ത് മാമ്പഴത്തിൻ്റെ ചിത്രവും മറ്റു വശത്ത് മാംഗോ എന്ന് എഴുതിയേക്കണം. ഏതായിരിക്കും? അനുബന്ധന സിദ്ധാന്തമാണ്, കണ്ടീഷനിങ് തിയറി. അനുബന്ധന സിദ്ധാന്തം, കണ്ടീഷനിങ് തിയറി. അനുബന്ധന സിദ്ധാന്തം ആരുടെയാണ്? സ്കിന്നറാണ്. പ്രക്രിയ അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഓപ്പറന്റ് കണ്ടീഷനിങ്ങിൻ്റെ വക്താവ് ആരാണ്? സ്കിന്നർ, BF സ്കിന്നർ. പ്രക്രിയ അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ വക്താവ് ആരാണ്? BF സ്കിന്നറാണ്. BF സ്കിന്നർ അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. BF സ്കിന്നർ ആരാണ്? അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനാണ്. SR ബന്ധത്തിനു പകരം RS ബന്ധത്തിലും പ്രബലനത്തിലും ഊന്നൽ. SRS എന്ന് വെച്ചാൽ എന്താണ്? സ്റ്റിമുലസ്. R എന്ന് വെച്ചാൽ റെസ്പോൺസ്. സ്റ്റിമുലസ് റെസ്പോൺസിന് പകരം എന്താണ്? തിരിച്ചാണ്, RS ആണ്. RS ബന്ധത്തിലും പിന്നെ എന്തും കൂടി ഉണ്ട്? റീഇൻഫോഴ്സ്മെൻറ്റ്, പ്രബലനത്തിനും ഊന്നൽ കൊടുത്തത് ആരാണ്? സ്കിന്നറാണ്. പ്രതികരണം, ചോദകം, പ്രബലനം എന്ന ക്രമത്തിൽ പഠന പ്രക്രിയ നടക്കുന്നു. അപ്പം സ്കിന്നറുടെ അഭിപ്രായത്തിൽ എങ്ങനെയാണ് പഠനം നടക്കുന്നത്? റെസ്പോൺസ്, സ്റ്റിമുലസ്, റീഇൻഫോഴ്സ്മെൻറ്റ്. പ്രതികരണം, ചോദകം, പ്രബലനം. പ്രതികരണം, ചോദകം, പ്രബലനം. ഓർത്തിരിക്കുക കേട്ടോ. പ്രതികരണം, ചോദകം, പ്രബലനം എന്ന ക്രമത്തിൽ പഠന പ്രക്രിയ നടക്കുന്നു. വിശക്കുന്ന എലി, പ്രാവ് തുടങ്ങിയവയെ കൂട്ടിലിട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് അദ്ദേഹം നടത്തിയത്. വിശക്കുന്ന എലി, പ്രാവ്
തുടങ്ങിയവയെ കൂട്ടിലിട്ടുകൊണ്ടുള്ള പരീക്ഷണങ്ങളാണ് സ്കിന്നർ നടത്തിയത്. ഇനി പ്രധാന കൃതികളാണ് വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസം, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. BF സ്കിന്നറിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ്? വെർബൽ ബിഹേവിയർ, ദ ബിഹേവിയർ ഓഫ് ഓർഗാനിസംസ്, സയൻസ് ആൻഡ് ഹ്യൂമൻ ബിഹേവിയർ. ഇനി നമുക്ക് സ്കിന്നറുടെ പരീക്ഷണം എന്താണെന്ന് നോക്കാം. ഒരു കഥ പോലെ കേട്ടിരുന്നു കേട്ടോ. ഹവാർഡ് സർവകലാശാലയിലെ പ്രൊഫസറായിരുന്നു BF സ്കിന്നർ. ഇദ്ദേഹം മനഃശാസ്ത്ര പരീക്ഷണത്തിനു വേണ്ടി ഒരു പേടകം തയ്യാറാക്കി. സ്കിന്നേഴ്സ് ബോക്സ് എന്നായിരുന്നു ഈ പേടകത്തിൻ്റെ പേര്. സുതാര്യമായ ഈ പെട്ടിയിൽ ഒരു എലിയെ സ്കിന്നർ നിക്ഷേപിച്ചു. പേടകത്തിൻ്റെ ഒരറ്റത്ത് ഒരു ഭക്ഷണപാത്രം സ്കിന്നർ ഘടിപ്പിച്ചിരുന്നു. പേടകത്തിനകത്ത് ഉണ്ടായിരുന്ന ഒരു ലിവർ അമർത്തിയാൽ ഭക്ഷണപാത്രത്തിൽ ഏതാനും ഭക്ഷ്യധാന്യങ്ങൾ വീഴുന്ന വിധമായിരുന്നു ഈ ഉപകരണങ്ങൾ സംവിധാനം ചെയ്തിരുന്നത്. പെട്ടിക്കകത്ത് സ്വതന്ത്രമായി സഞ്ചരിക്കുന്നതിനിടെ ഒരിക്കൽ എലിയുടെ കാൽ തട്ടി ലിവർ അമരുകയും ധാന്യങ്ങൾ പാത്രത്തിൽ വീഴുകയും ചെയ്തു. ഭക്ഷ്യധാന്യങ്ങൾ കിട്ടിയപ്പോൾ അത് വീണ്ടും വീണ്ടും ലിവർ അമർത്തുന്നതിന് പ്രേരകമായി. ഒടുവിൽ ബോധപൂർവം തന്നെ ലിവർ അമർത്തുന്നതിനും ധാന്യങ്ങൾ നേടുന്നതിനും എലി അഭ്യസിച്ചു. സമാനമായ പരീക്ഷണം പ്രാവുകളെ ഉപയോഗിച്ചും സ്കിന്നർ ആവർത്തിച്ചു. ഇവിടെ ലിവറിനു പകരം ബട്ടനാണ് അദ്ദേഹം പ്രയോജനപ്പെടുത്തിയത്. കണ്ണാടിക്കൂടിൻ്റെ ചുമരുകളിൽ പലതവണ കൊത്തി നോക്കിയ പ്രാവുകൾ യാദൃച്ഛികമായി ബട്ടണിൽ കൊത്തി. ഉടനെ ധാന്യങ്ങൾ വന്നു വീഴുകയും അത് വീണ്ടും ബട്ടണിൽ കൊത്താൻ പ്രേരകമാകുകയും ചെയ്തു. തൻ്റെ ഉപകരണത്തിന് ചെറിയ മാറ്റങ്ങൾ വരുത്തിയ സ്കിന്നർ ഭക്ഷ്യധാന്യങ്ങൾ നേടുന്നതിന് വേണ്ടിയുള്ള പ്രാവുകളുടെ പ്രതികരണം പല വിധത്തിൽ മാറ്റിയെടുത്തു. ഒരു ഘട്ടത്തിൽ പ്രാവിനെ കൊണ്ട് ഒരു സംഗീത ഉപകരണം വായിപ്പിക്കുന്നതിന് പോലും സ്കിന്നറിനു സാധിച്ചു. പ്രക്രിയ അനുബന്ധനം, അതായത് ഓപ്പറന്റ് കണ്ടീഷനിങ് എന്ന തൻ്റെ സിദ്ധാന്തം അവതരിപ്പിച്ചത് ഈ പരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ കൂട്ടുകാർക്ക് 2 കഥയും മനസ്സിലായല്ലോ. ഇനി എന്തുകൊണ്ടായിരിക്കാം സ്കിന്നറുടെ സിദ്ധാന്തത്തെ പ്രക്രിയ അനുബന്ധ സിദ്ധാന്തം എന്ന് പറയുന്നത്? സ്കിന്നറിൻ്റെ സിദ്ധാന്തത്തെ പ്രക്രിയ അനുബന്ധന സിദ്ധാന്തം എന്ന് വിളിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? ജീവി ഏർപ്പെടേണ്ട ചില പ്രവർത്തനങ്ങളെ ആധാരമാക്കിയാണ് അനുബന്ധനം നടത്തുന്നത് എന്നതിലാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ പ്രക്രിയ അനുബന്ധന സിദ്ധാന്തമെന്ന് വിളിക്കുന്നത്. ജീവി ഏർപ്പെടേണ്ട ചില പ്രവർത്തനങ്ങളെ ആധാരമാക്കിയാണ് അനുബന്ധനം നടക്കുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സിദ്ധാന്തത്തെ എന്ത് വിളിക്കുന്നത്? പ്രക്രിയ അനുബന്ധന സിദ്ധാന്തമെന്ന് വിളിക്കുന്നത്. ഇനി സ്കിന്നറുടെ ആശയങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തെ ആശയം വ്യവഹാരത്തെ പരുവപ്പെടുത്തൽ, ഷെയ്പ്പനിങ് ദ ബിഹേവിയർ. ഷെയ്പ്പനിങ് ദ ബിഹേവിയർ, വ്യവഹാരത്തെ പരുവപ്പെടുത്തൽ. സ്കിന്നറുടെ അഭിപ്രായത്തിൽ അനുയോജ്യമായ വിധത്തിലുള്ള പ്രതിഫലനം നൽകിക്കൊണ്ട് ഏതൊരു വ്യവഹാരവും രൂപപ്പെടുത്താൻ സാധിക്കും. സ്കിന്നറുടെ അഭിപ്രായത്തിൽ അനുയോജ്യമായ വിധത്തിലുള്ള പ്രതിഫലനം നൽകിക്കൊണ്ട് ഏതൊരു വ്യവഹാരവും രൂപപ്പെടുത്താൻ സാധിക്കും. ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതിൽ പ്രേരിതനായ പ്രാവിൻ്റെ പ്രതികരണങ്ങൾ പല വിധത്തിലും മാറ്റിയെടുക്കാനായിട്ട് സ്കിന്നറിന് സാധിച്ചു. രണ്ടാമത്തെ ആശയമാണ് പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെൻറ്റ്. സ്കിന്നേറിയൻ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദുവാണ് പ്രബലനം. സ്കിന്നേറിയൻ സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു ഏതാണ്? പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെൻറ്റ്. എന്തായിരിക്കും പ്രബലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് അഭിലഷണീയമായ പ്രതികരണത്തിന് ഉടൻ തന്നെ ചോദകം നൽകുന്ന പ്രക്രിയയാണ് പ്രബലനം. അഭിലഷണീയമായ പ്രതികരണത്തിന് ഉടൻ തന്നെ ചോദകം നൽകുന്ന പ്രക്രിയയാണ് ഏത്? പ്രബലനം. 2 തരത്തിലുള്ള പ്രബലനമുണ്ട്. ധനപ്രബലനം, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. അടുത്തതാണ് രണപ്രബലനം, നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്. ധനപ്രബലനം, രണപ്രബലനം. എന്തായിരിക്കും ഇപ്പോൾ ധനപ്രബലനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? അതായത് ആശ്വാസ്യമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തികരമായ ചോദകം നൽകുന്ന പ്രക്രിയ. ഇപ്പം ഉദാഹരണം എന്താണ്? ക്ലാസ്സിലൊരു കുട്ടി ആൻസർ പറഞ്ഞു, അപ്പം തന്നെ പ്രശംസിക്കുകയാണ്. എന്ന് കുട്ടികളോടൊന്ന് കൈയടിക്കാൻ പറ, അല്ലെങ്കിൽ വെരി ഗുഡ്, അടിപൊളി, നന്നായിട്ട് പറഞ്ഞല്ലോ, മിടുക്കൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അപ്പം തന്നെ കൊടുക്കുന്നു. ആശ്വാസ്യമായ പ്രതികരണത്തിന് ഉടൻ തന്നെ സംതൃപ്തിപരമായ ചോദകം നൽകുന്ന പ്രക്രിയ. ഓക്കെ. ഇനി രണപ്രബലനം അല്ലെങ്കിൽ നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ആശ്വാസ്യമായ പ്രതികരണം ഉണ്ടാകുമ്പോൾ അസുഖകരമായ ഏതെങ്കിലും ഒരു ചോദകം പിൻവലിക്കപ്പെടുന്ന പ്രക്രിയ. ഉദാഹരണമായിട്ട് എന്ത് പറയാം? ഇപ്പം ഒരു ടെസ്റ്റ് പേപ്പർ എടുത്തപ്പോൾ അതിനകത്ത് നല്ല മാർക്ക് സ്കോർ ചെയ്തിട്ടുണ്ടെങ്കിൽ കുട്ടിയോട് എന്ത് പറയാം? നോട്ട്ബുക്കിലേക്ക് പാഠഭാഗം പകർത്തി എഴുതി കൊണ്ടുവരുന്നതിൽ നിന്ന് കുട്ടിയെ ഒഴിവാക്കാം. അതാണ് ഇത് നെഗറ്റീവ് റീഎൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ രണപ്രബലനമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്തായിരിക്കും അപ്പോൾ ശിക്ഷയും രണപ്രബലനവും തമ്മിലുള്ള വ്യത്യാസം? രണപ്രബലനത്തിൽ ആശ്വാസ്യജനകമായ ഒരു അനുഭവം പിൻവലിക്കപ്പെടുമ്പോൾ ശിക്ഷയിൽ വേദനാജനകമായ ഒരു അനുഭവം നൽകുകയാണ് ചെയ്യുന്നത്. രണപ്രബലനത്തിൽ ആശ്വാസ്യജനകമായ ഒരു അനുഭവം, ഇപ്പം നല്ല മാർക്ക് വാങ്ങിച്ചത് കൊണ്ട് അസൈൻമെൻറ്റ് എഴുതുന്നതിൽ നിന്ന് ടീച്ചർ ഒഴിവാക്കി. അപ്പം പിൻവലിക്കപ്പെടുമ്പോൾ ശിക്ഷയാണെങ്കിലോ വേദനാജനകമായ ഒരു അനുഭവമാണ് നൽകുന്നത്. ശിക്ഷയുടെ പരിണതഫലം എന്താണെന്ന് തീർത്തു പറയാൻ സാധ്യമല്ല. മാത്രമല്ല അനഭിലഷണീയമായ വൈകാരിക മാറ്റങ്ങൾ സൃഷ്ടിക്കപ്പെടാനും സാധ്യതയുണ്ട്. രണപ്രബലനത്തിൽ ആശ്വാസ്യജനകമായ അനുഭവങ്ങളെ ഇല്ലാതാക്കി അഭിലഷണീയമായ വ്യവഹാരങ്ങളെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇനി പഠന പ്രക്രിയയിൽ സ്കിന്നേറിയൻ ആശയങ്ങളുടെ പ്രസക്തി എന്തൊക്കെയാണ്? പഠന പ്രക്രിയയിൽ സ്കിന്നേറിയൻ ആശയങ്ങളുടെ പ്രസക്തി. ഒന്നാമത്തെ, പഠന പ്രക്രിയയും പഠന അന്തരീക്ഷവും പഠിതാവിന് നല്ല സംതൃപ്തി നൽകുന്ന രീതിയിൽ ക്രമീകരിക്കണം. എന്താണ്? പഠന പ്രക്രിയയും പഠന അന്തരീക്ഷവും പഠിതാവിന് നല്ല സംതൃപ്തി നൽകുന്ന രീതിയിൽ ക്രമീകരിക്കണം. പിന്നെയോ, നന്നായി ചെയ്യുന്ന പ്രവൃത്തികളെ ഉടനെ തന്നെ പ്രശംസിക്കണം. നന്നായി ചെയ്യുന്ന പ്രവൃത്തികളെ ഉടൻ തന്നെ പ്രശംസിക്കണം. സമ്മാനങ്ങൾക്ക് ശിക്ഷയേക്കാൾ പ്രാധാന്യം നൽകണം. സമ്മാനങ്ങൾക്ക് ശിക്ഷയേക്കാൾ പ്രാധാന്യം നൽകണം. പ്രബലനങ്ങൾ ഇടയ്ക്കിടെ ഉപയോഗപ്പെടുത്തി അഭിലഷണീയമായ വ്യവഹാരങ്ങൾ നഷ്ടപ്പെട്ടു പോകുന്നത് തടയണം. ഓക്കെ, ഇനി സ്കിന്നറുടെ കാഴ്ചപ്പാട് എന്താണ്? സ്കിന്നർ എന്തൊക്കെയാണ് പറയുന്നത്? അതായത് വ്യവഹാരവാദത്തിൻ്റെ ആളാണ് സ്കിന്നർ. പിന്നെയോ ചോദക പ്രതികരണ ബന്ധനത്തിലൂടെയുള്ള പ്രബലനം പ്രത്യക്ഷ പ്രബലനത്തെ അനുകൂലിക്കുന്നു. കുട്ടിയുടെ പരിസരത്തിലും കിട്ടുന്ന പ്രതികരണത്തിലും ഊന്നൽ. എന്താണ് സ്കിന്നറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ സ്കിന്നർ എന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നത്? സ്കിന്നർ ഏത് സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടതാണ്? ബിഹേവിയറിസം അഥവാ വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ആളാണ്. പിന്നെയോ ചോദക പ്രതികരണ ബന്ധത്തിലൂടെയുള്ള പ്രബലനം. പിന്നെയോ പ്രത്യക്ഷ പ്രബലനത്തെ അനുകൂലിക്കുന്നു. കുട്ടിയുടെ പരിസരത്തിലും കിട്ടുന്ന പ്രതികരണത്തിലും അല്ലെങ്കിൽ സമ്മാനം, പ്രശംസ, ഇതിലൊക്കെയാണ് ഊന്നൽ കൊടുക്കുന്നത്. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വൈകാരിക മാനം അഥവാ ഇമോഷണൽ കോഷ്യന്റ് എന്ന ആശയം അവതരിപ്പിച്ചത് ആരാണ്? EQ ആരാണ് കൊണ്ടുവന്നത്? ഡാനിയൽ ഗോൾമാനാണ്. ആരാണ് EQ? ഡാനിയൽ ഗോൾമാനാണ്. അടുത്തൊരു ചോദ്യം. കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? കുട്ടികളിൽ ചിന്തയും ഭാഷയും ഒരുമിച്ചല്ല വികസിക്കുന്നത്. രണ്ടും വ്യത്യസ്തമായ വികാസ ഘട്ടങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ഭാഷാ വികാസം സംബന്ധിച്ച ഈ കാഴ്ചപ്പാട് ആരുടേതാണ്? വൈഗോസ്കിയുടെയാണ്. ആരുടെയാണ്? വൈഗോസ്കിയുടെ. ഇനി ബന്ദുരനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് പറയാം? സോഷ്യൽ ലേണിംഗ് തിയറി, സാമൂഹ്യ പഠന സിദ്ധാന്തം ആരുടെയാണ്? ആൽബർട്ട് ബന്ദുരയുടെയാണ്. സാമൂഹ്യ പഠന സിദ്ധാന്തം അല്ലെങ്കിൽ സോഷ്യൽ ലേണിംഗ് തിയറി ആരുടെയാണ്? ആൽബർട്ട് ബന്ദുര. നിരീക്ഷണവും മാതൃകകളുടെ അനുകരണവും. അടുത്ത പോയിന്റ്, എല്ലാ പഠന സാഹചര്യങ്ങളിലും പ്രത്യക്ഷ പ്രബലനം പ്രയോജനം ചെയ്യില്ല. പിന്നെയോ ബന്ദുരയുടെ കാഴ്ചപ്പാട് എന്താണ്? കുട്ടിയുടെ ആന്തരിക പ്രക്രിയയിലാണ് അദ്ദേഹം ഊന്നൽ നൽകിയിരിക്കുന്നത്. അപ്പോൾ ആൽബർട്ട് ബന്ദുരയുടെ കുറിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാട് എന്തൊക്കെയാണ്? അതായത് ഒന്നാമത്തെ, സാമൂഹ്യ പഠന സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവാരാണ്? ബന്ദുരയാണ്. സോഷ്യൽ ലേണിംഗ് തിയറി. പിന്നെയോ നിരീക്ഷണവും മാതൃകകളുടെ അനുകരണവും. മൂന്നാമത്തെ പോയിന്റ് എന്താണ്? എല്ലാ പഠന സാഹചര്യങ്ങളിലും പ്രത്യക്ഷ പ്രബലനം പ്രയോജനം ചെയ്യില്ല. പിന്നെയോ കുട്ടിയുടെ ആന്തരിക പ്രക്രിയയിൽ ഊന്നൽ കൊടുക്കുന്നു. ഓക്കെ, ഘടനാവാദം ആരുടെയാണ്? ഘടനാവാദം, സ്ട്രക്ചറലിസം, വില്യം വൂണ്ട്. ആരുടെയാണ്? വില്യം വൂണ്ടിൻ്റെയാണ് ഘടനാവാദം. ഘടനാവാദം ആരുടെയാണ്? വില്യം വൂണ്ട്. ധർമ്മവാദം വില്യം ജെയിംസ്.
ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാൻ. ദ്വിഘടക സിദ്ധാന്തം ടു ഫാക്ടർ തിയറി ആരുടെയാണ്? സ്പിയർമാൻ. ബഹുഘടക സിദ്ധാന്തം തോണ്ടൈക്ക്. ബഹുഘടക സിദ്ധാന്തം തോണ്ടൈക്ക്. സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൺ. സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൺ. ട്രയാർക്കിക് സിദ്ധാന്തം സ്റ്റേൺബർഗ്. ട്രയാർക്കിക് സിദ്ധാന്തം സ്റ്റേൺബർഗ്. ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ്. ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ്. ബഹുമുഖ സിദ്ധാന്തം ഹവാർഡ് ഗാർട്ട്നർ. ബഹുമുഖ സിദ്ധാന്തം ഹവാർഡ് ഗാർട്ട്നർ. പൗരാണിക അനുബന്ധന സിദ്ധാന്തം പാവ്ലോ. ക്ലാസിക്കൽ കണ്ടീഷനിങ്. പൗരാണിക അനുബന്ധന സിദ്ധാന്തം പാവ്ലോ. പ്രക്രിയ അനുബന്ധന സിദ്ധാന്തം സ്കിന്നർ. പ്രക്രിയ അനുബന്ധന സിദ്ധാന്തം സ്കിന്നർ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം മാക്സ് വർത്തിമർ. ഗസ്റ്റാൾട്ട് സിദ്ധാന്തം മാക്സ് വർത്തിമർ. ഫീൽഡ് സിദ്ധാന്തം കട്ട്ലെവിൻ. ഫീൽഡ് സിദ്ധാന്തം കട്ട്ലെവിൻ. സാമൂഹിക പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദുരെ. സോഷ്യൽ ലേണിംഗ് തിയറി. സാമൂഹിക പഠന സിദ്ധാന്തം ആൽബർട്ട് ബന്ദുരെ. സന്മാർഗിക വികസന സിദ്ധാന്തം കോൾബർഗ്. സന്മാർഗിക വികസന സിദ്ധാന്തം കോൾബർഗ്. അനുകരണ സിദ്ധാന്തം സ്കിന്നർ. അനുകരണ സിദ്ധാന്തം സ്കിന്നർ. സൈക്കോ അനലിറ്റിക്കൽ തിയറി സിഗ്മണ്ട് ഫ്രോയിഡ്. സൈക്കോ അനലിറ്റിക്കൽ തിയറി സിഗ്മണ്ട് ഫ്രോയിഡ്. ട്രൈറ്റ് തിയറി അൽപോർട്ട് കാറ്റിൽ ഐസങ്. ട്രൈറ്റ് തിയറി 3 പേരുണ്ട്. അൽപോർട്ട് കാറ്റിൽ ഐസങ്. പ്രതല പ്രഭവ സവിശേഷ സിദ്ധാന്തം കാറ്റിൽ. പ്രതല പ്രഭവ സവിശേഷ സിദ്ധാന്തം കാറ്റിൽ. അർത്ഥപൂർണമായ ഭാഷാ പഠനം മീനിങ്ഫുൾ വെർബൽ ലേണിംഗ് തിയറി ഒസുബൽ. അർത്ഥപൂർണമായ ഭാഷാ പഠനം ഒസുബൽ. ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടൈക്ക്. ശ്രമപരാജയ സിദ്ധാന്തം തോണ്ടൈക്ക്. അടുത്തത് വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട കുറച്ച് നിർവചനങ്ങളാണ് കേട്ടോ. കേട്ടിരിക്കാം. ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണെന്ന്. ഒരു വ്യക്തിയുടെ സുദൃഢവും സംഘടിതവുമായ സ്വഭാവം, വികാരങ്ങൾ, ബുദ്ധി, ശരീരപ്രകൃതി എന്നിവയാണ് അയാളുടെ പ്രകൃതിയോടുള്ള സമായോജനം നിർണ്ണയിക്കുന്നത് എന്ന് പറഞ്ഞത് ആരാണ്? H.J. ഐസങ്ക്. H.J. ഐസങ്ക്. അടുത്തത് ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആരാണ്? R.S. വുഡ്വർത്ത്. ഒരു വ്യക്തിയുടെ മൊത്തം പെരുമാറ്റത്തിൻ്റെ ഗുണപരമായ മേന്മയാണ് അയാളുടെ വ്യക്തിത്വം എന്ന് പറഞ്ഞത് ആരാണ്? R.S. വുഡ്വർത്ത്. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതാണ് വ്യക്തിത്വം. ഒരു പ്രത്യേക സന്ദർഭത്തിൽ ഒരാൾ എങ്ങനെ പെരുമാറുന്നുവെന്ന് പ്രവചിക്കാൻ അനുവദിക്കുന്നതെന്തോ അതാണ് വ്യക്തിത്വം. ഇങ്ങനെ പറഞ്ഞത് ആരാണ്? R.B. കാറ്റൽ. R.B. കാറ്റൽ. ഇനി അടുത്തത്, ദേഷ്യപ്പെടുവാൻ ആർക്കും കഴിയും, അത് എളുപ്പമാണ്. പക്ഷേ ശരിയായ വ്യക്തിയോട് ശരിയായ കാര്യത്തിന് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ദേഷ്യപ്പെടുക എന്നത് അത്ര എളുപ്പമല്ല. ഇത് പറഞ്ഞത് അരിസ്റ്റോട്ടിലാണ് കേട്ടോ. എന്താണ്? ദേഷ്യപ്പെടുവാനായിട്ട് ആർക്കും കഴിയും, അത് എളുപ്പമാണ്. പക്ഷേ ശരിയായ വ്യക്തിയോട് ശരിയായ കാര്യത്തിന് ശരിയായ സമയത്ത് ശരിയായ രീതിയിൽ ശരിയായ അളവിൽ ദേഷ്യപ്പെടുക എന്നത് എളുപ്പമല്ല. ഇത് പറഞ്ഞത് ആരാണ്? അരിസ്റ്റോട്ടിലാണ്. ഓക്കെ. അടുത്തൊരു ചോദ്യം ഇതാണ്. 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിമിതിയിലാണ് ഉള്ളത്? വേഗം പറഞ്ഞേ. 4 50 പൈസ ചേർന്നാൽ 2 രൂപയാകും എങ്കിൽ 2 രൂപയിൽ എത്ര 50 പൈസ ഉണ്ടെന്ന് ചോദിച്ചാൽ മറുപടി പറയാൻ പ്രയാസപ്പെടുന്ന കുട്ടി പിയാഷെയുടെ പ്രാഗ് മനോവ്യാപാര ഘട്ടത്തിൽ ഏത് പരിധിയിലാണ് ഉള്ളത്? ഏതിലാണ്? പ്രത്യാവർത്തന ചിന്തയിലാണ് അല്ലേ? ഏതാണ് ആൻസർ? പ്രത്യാവർത്തന ചിന്ത.
അടുത്തൊരു ചോദ്യം ഇതാണ്: ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ഡാഷ്. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങൾ: ആൻറ്റിബയോട്ടിക്കുകൾ, ആൻറ്റിസെപ്റ്റിക്കുകൾ, അനാൽജസിസുകൾ, ആൻറ്റാസിഡുകൾ. ഏതായിരിക്കും ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങൾ? ഏതാണ്? ആൻറ്റിസെപ്റ്റിക്കുകളാണ്. ഏതാണ്? ആൻറ്റിസെപ്റ്റിക്കുകൾ. ശരീരകോശങ്ങൾക്ക് കേടുണ്ടാകാതെ രോഗാണുക്കളെ നിയന്ത്രിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിസെപ്റ്റിക്കുകൾ. ഇനി ശരീരത്തിൻ്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങൾ ഏതാണ്? ആൻറ്റിപയററ്റിക്സ്. ശരീരത്തിൻ്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങളാണ് ഏത്? ആൻറ്റിപയററ്റിക്സ്. ശരീരത്തിൻ്റെ താപനില താഴ്ത്തുന്ന ഔഷധങ്ങളാണ് ആൻറ്റിപയററ്റിക്സ്. വേദന സംഹാരികളാണ് അനാൽജസിക്സ്. ഏതാണ്? അനാൽജസിക്സ്. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്സ്. ശരീരത്തിലെ ബാക്ടീരിയകളെ നശിപ്പിക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്സ്. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധമാണ് ആൻറ്റിവെനം. പാമ്പ് വിഷത്തിനെതിരെ പ്രവർത്തിക്കുന്ന ഔഷധമാണ് ആൻറ്റിവെനം. നാഡികളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഔഷധമാണ് ട്രാൻക്വിലൈസർ. നാഡികളെ ശാന്തമാക്കാൻ സഹായിക്കുന്ന ഔഷധങ്ങളാണ് ട്രാൻക്വിലൈസർ. ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കാണ് പെനിസിലിൻ. ആദ്യത്തെ ആൻറ്റിബയോട്ടിക്കാണ് പെനിസിലിൻ. ഇനി വായുവിലൂടെ പകരുന്ന രോഗങ്ങളാണ് ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, സാസ്, മുണ്ടുനീര്, അഞ്ചാമ്പനി, ഇൻഫ്ലുവൻസ, ജലദോഷം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. നമ്മൾ പഠിച്ചതാണ് കേട്ടോ, എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നുള്ളൂ. ക്വസ്റ്റ്യൻ ഇതായിരുന്നു അതിൻ്റെ: താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏതെന്നാണ്? താഴെ പറയുന്നവയിൽ കൊതുകുജന്യമല്ലാത്തത് ഏതാണെന്ന്? മലമ്പനി, മന്ത്, ടൈഫോയിഡ്, ഡെങ്കിപ്പനി. ഇതായിരുന്നു ചോദ്യം. ആൻസർ ഏതാണ്? കൊതുകുജന്യമല്ലാത്തത് ടൈഫോയിഡ്. അപ്പോൾ അതിൻ്റെ കൂടെ വന്നതാണ് ഏത്? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചതാണ്. ഒന്നുകൂടി പറയാം. ഏതൊക്കെയാണ്? ഇപ്പോൾ പറഞ്ഞതുമാണ്. ഏതൊക്കെയാണ്? ക്ഷയം, വസൂരി, ചിക്കൻ ബോക്സ്, സാസ്, മുണ്ടുനീര്, അഞ്ചാമ്പനി, ഇൻഫ്ലുവൻസ, ജലദോഷം, വില്ലൻ ചുമ, ഡിഫ്തീരിയ. ജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ടൈഫോയിഡ്, എലിപ്പനി, ഹെപ്പറ്റൈറ്റിസ്. ഇനി പെൻസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെനിസിലിൻ കണ്ടുപിടിച്ചത് ആരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പിന്നെയോ റാബിസ് വാക്സിൻ ആരാണ്? റാബിസ് വാക്സിൻ കണ്ടുപിടിച്ചത് ലൂയി പാസ്റ്റർ. റാബിസ് വാക്സിൻ ലൂയി പാസ്റ്റർ. BCG വാക്സിൻ കാൽമെറ്റ് ഗ്യൂറിൻ. BCG വാക്സിൻ കാൽമെറ്റും അതുപോലെ തന്നെ ഗ്യൂറിൻ. അഞ്ചാം പനി വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ എൻഡേഴ്സ്. അഞ്ചാം പനി വാക്സിൻ കണ്ടുപിടിച്ചത് ജോൺ എൻഡേഴ്സ്. IPV എന്താണ്? ഇനാക്ടിവേറ്റഡ് പോളിയോ വാക്സിൻ കണ്ടുപിടിച്ചത് ജോനസ് ഇ സാൽക്ക്. IPV കണ്ടുപിടിച്ചത് ആരാണ്? ജോനസ് ഇ സാൽക്ക്. OPV ഓറൽ പോളിയോ വാക്സിൻ ആൽബർട്ട് സാബിൻ. OPV കണ്ടുപിടിച്ചത് ആരാണ്? ഓറൽ പോളിയോ വാക്സിനാണ്. ഏതാണ്? ആരാണ്? ആൽബർട്ട് സാബിൻ. ഇനി കോളറ പരത്തുന്ന ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, സിഫിലിസ്, ആന്ത്രാക്സ്, ഭക്ഷ്യവിഷബാധ. ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, സിഫിലിസ്, ആന്ത്രാക്സ്, ഭക്ഷ്യവിഷബാധ. ഇനി കോളറ പരത്തുന്ന ബാക്ടീരിയ എന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ ഏത് ബാക്ടീരിയയാണ്? വിബ്രിയോ കോളറ. കോളറ പരത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് വിബ്രിയോ കോളറ. ക്ഷയം പരത്തുന്നത് മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. ക്ഷയം പരത്തുന്ന ആരാണ്? മൈക്കോ ബാക്ടീരിയം ട്യൂബർകുലോസിസ്. കുഷ്ഠം മൈക്കോ ബാക്ടീരിയം ലെപ്രെ. കുഷ്ഠം ഏതാണ്? മൈക്കോ ബാക്ടീരിയം ലെപ്രെ. അടുത്തത് ടെറ്റനസ്, ക്ലോസ്ട്രിഡിയം ടെറ്റിനി. ടെറ്റനസ് ആരാണ്? ഏത് ബാക്ടീരിയയാണ്? ക്ലോസ്ട്രിഡിയം ടെറ്റിനി. ഡിഫ്തീരിയ കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ഡിഫ്തീരിയ പരത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് കോറിനി ബാക്ടീരിയം ഡിഫ്തീരിയ. ടൈഫോയിഡ് സാൽമൊണല്ല ടൈഫി. ടൈഫോയിഡ് പരത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് സാൽമൊണല്ല ടൈഫി. വില്ലൻ ചുമയുടെ ബാക്ടീരിയ ആരാണ്? ബോർഡറ്റെല്ല പെർട്ടൂസിസ്. വില്ലൻ ചുമ ബോർഡറ്റെല്ല പെർട്ടൂസിസ്. ബോർഡറ്റെല്ല.
പെർട്ടൂസിസ്. അടുത്തത് പ്ലേഗ്. പ്ലേഗ് ആരാണ്? എർസീനിയ പെസ്റ്റിസ്. പ്ലേഗ് ആരാണ്? എർസീനിയ പെസ്റ്റിസ്. എലിപ്പനി ലെപ്റ്റോസ്പൈറെ ഇലക്ട്രോ ഹെമറേജിയ. എലിപ്പനി ആരാണ്? ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ. ലെപ്റ്റോസ്പൈറ ഇലക്ട്രോ ഹെമറേജിയ. അടുത്താണ് സിഫിലിസ്. ബാക്ടീരിയയാണ് ട്രിപ്പോനിമ പലീഡം. ട്രിപ്പോനിമ പലീഡം. സിഫിലിസ് പരത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് ട്രിപ്പോനിമ പലീഡം. ആന്ത്രാക്സ് ബാസില്ലസ് ആന്ത്രാസിസ്. ആന്ത്രാക്സ് പരത്തുന്ന ബാക്ടീരിയയുടെ പേരാണ് ബാസില്ലസ് ആന്ത്രാസിസ്. ഇനി വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എയ്ഡ്സ്, ചിക്കൻ ബോക്സ്, മീസിൽസ്, ചിക്കൻ ഗുനിയ, പേവിഷബാധ, ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, നിപ്പ, പിന്നെ ഏതാണ്? സ്മോൾ പോക്സ്. വൈറസ് മൂലമുണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? എയ്ഡ്സ്, ചിക്കൻ ബോക്സ്, മീസിൽസ്, ചിക്കൻ ഗുനിയ, പേവിഷബാധ, ഡെങ്കിപ്പനി, പന്നിപ്പനി, പക്ഷിപ്പനി, നിപ്പ, സ്മോൾ പോക്സ്. ഇനി എയ്ഡ്സിന് കാരണമായ വൈറസ് ഏതാണ്? HIV. എയ്ഡ്സിന് കാരണമായ വൈറസ് HIV ആണ്. ചിക്കൻ ബോക്സ് വേരിസെല്ല സോസ്റ്റർ വൈറസ്. ചിക്കൻ ബോക്സിന് കാരണം ഏതാണ്? വേരിസെല്ല സോസ്റ്റർ വൈറസ്. വേരിസെല്ല സോസ്റ്റർ വൈറസ്. മീസിൽസ് റൂബിയോള വൈറസ്. മീസിൽസിന് കാരണമായ വൈറസിൻ്റെ പേരാണ് റൂബിയോള വൈറസ്. ചിക്കൻ ഗുനിയ ആൽഫ വൈറസ്. ചിക്കൻ ഗുനിയ ആൽഫ വൈറസ്. പേവിഷബാധ റാബിസ് വൈറസ്. പേവിഷബാധ റാബിസ് വൈറസ്. ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ്. ഡെങ്കിപ്പനി ഫ്ലാവി വൈറസ്. പന്നിപ്പനി H1N1 വൈറസ്. പന്നിപ്പനി H1N1. പക്ഷിപ്പനി H5N1. H5N1. നിപ്പ വൈറസ്. സ്മോൾ പോക്സ് വേരിയോള വൈറസ്. സ്മോൾ പോക്സ് വേരിയോള വൈറസ്. ഓക്കെ. ഇനി എലിച്ചെള്ള് പരത്തുന്ന രോഗം ഏതാണ്? പ്ലേഗാണ്. എലിച്ചെള്ള് പരത്തുന്ന രോഗം പ്ലേഗാണ്. കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, മഞ്ഞപ്പിനി, പിന്നെയോ ജപ്പാൻ ജ്വരം, ചിക്കൻ ഗുനിയ. കൊതുക് പരത്തുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? മന്ത്, മലേറിയ, ഡെങ്കിപ്പനി, മഞ്ഞപ്പനി, ജപ്പാൻ ജ്വരം, ചിക്കൻ ഗുനിയ. ലൈംഗിക രോഗങ്ങൾക്ക് ഉദാഹരണമാണ് ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ലൈംഗിക രോഗങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? ഗൊണേറിയ, സിഫിലിസ്, എയ്ഡ്സ്. ഓക്കെ. അടുത്തതാണ് ബുദ്ധി സിദ്ധാന്തങ്ങൾ. തിയറീസ് ഓഫ് ഇൻ്റലിജൻസ്. ഏതൊക്കെയാണ് തിയറീസ് ഓഫ് ഇൻ്റലിജൻസിൽ? നമ്മൾ 1-2 പറഞ്ഞു കഴിഞ്ഞു അല്ലേ? ഏതൊക്കെയാണ്? 2 ഫാക്ടർ തിയറി പറഞ്ഞു, ഗ്രൂപ്പ് ഫാക്ടർ തിയറിയൊക്കെ പറഞ്ഞതാണ്. അപ്പോൾ ഇതിനകത്ത് ഇനി ആദ്യത്തെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഏകഘടക സിദ്ധാന്തമാണ്. ഏകഘടക സിദ്ധാന്തം, യൂണിറ്ററി തിയറി അല്ലെങ്കിൽ മോണോ ആർക്കിക് തിയറി. എന്തായിരിക്കും ഏകഘടക സിദ്ധാന്തം? ബുദ്ധി എന്നത് ഒരൊറ്റ ഘടകമാണ്. ബുദ്ധിയിൽ ഒരു പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ എന്നാണ് ഈ സിദ്ധാന്തം പറയുന്നത്. ഒരു രംഗത്ത് ബുദ്ധിമാനായ വ്യക്തി മറ്റെല്ലാ രംഗത്തും ബുദ്ധിമാനായിരിക്കും എന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ആശയം. എന്താണ്? ബുദ്ധി എന്നത് ഒരൊറ്റ ഘടകമാണ്. പിന്നെയോ ബുദ്ധിയിൽ ഒരു പ്രതിഭാസമേ അന്തർഭവിച്ചിട്ടുള്ളൂ. ഈ കാര്യങ്ങളാണ് എന്ത് പറയുന്നത്? ഏകഘടക സിദ്ധാന്തത്തിൽ പറയുന്നത്. പിന്നെ പറഞ്ഞ ഒരു പോയിന്റും കൂടിയാണ്, ഒരു രംഗത്ത് ബുദ്ധിമാനായ വ്യക്തി മറ്റെല്ലാ രംഗത്തും എങ്ങനെയായിരിക്കും? ബുദ്ധിമാനായിരിക്കും എന്നതാണ് ഈ സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാന ആശയം. അടുത്തതാണ് മനോഘടക സിദ്ധാന്തം, മെൻ്റൽ ഫാക്കൽറ്റി തിയറി. ഈ സിദ്ധാന്തം അനുസരിച്ച് മനസ്സ് എന്നത് യുക്തി, ചിന്ത, ഓർമ്മ, ഭാവന തുടങ്ങിയ നിരവധി ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. സ്വതന്ത്രമായ ഈ ഓരോ ഘടകങ്ങളെയും കഠിനവും പരിശീലനത്തിലൂടെയും പുഷ്ടിപ്പെടുത്താമെന്നും അതുവഴി ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാമെന്നുമുള്ള കാഴ്ചപ്പാടാണ് മനോഘടക സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. ഓർമ്മ പരിശീലനം പോലുള്ള പരിപാടികളുടെ അടിസ്ഥാനം ഈ സിദ്ധാന്തമാണ്. എന്താണ് മനോഘടക സിദ്ധാന്തം അല്ലെങ്കിൽ മെൻ്റൽ ഫാക്കൽറ്റി തിയറി? ഈ സിദ്ധാന്തം അനുസരിച്ച് എന്താണ് പറയുന്നത്? മനസ്സ് എന്നത് യുക്തി, ചിന്ത, ഓർമ്മ, ഭാവന തുടങ്ങിയ നിരവധി ഘടകങ്ങൾ കൊണ്ട് നിർമ്മിച്ചതാണ്. സ്വതന്ത്രമായ ഈ ഓരോ ഘടകങ്ങളെയും കഠിനവും പരിശീലനത്തിലൂടെയും പുഷ്ടിപ്പെടുത്താം എന്നും അതുവഴി ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാം എന്നുമുള്ള കാഴ്ചപ്പാടാണ് മനോഘടക സിദ്ധാന്തം മുന്നോട്ട് വയ്ക്കുന്നത്. ഓർമ്മ പരിശീലനം പോലുള്ള പരിപാടികളുടെ അടിസ്ഥാനം ഈ സിദ്ധാന്തമാണ്.
അടുത്തതാണ് ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി. ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി തോണ്ടയ്ക്കിൻ്റെയാണ് കേട്ടോ. തോണ്ടയ്ക്കാണ് ബുദ്ധിയുടെ ബഹുഘടക സിദ്ധാന്തം അവതരിപ്പിച്ചത്. തോണ്ടയ്ക്കിൻ്റെ അഭിപ്രായത്തിൽ ഓരോ ഭൗതിക പ്രവർത്തനത്തിനും 4 സവിശേഷതകളുണ്ടെന്ന് അദ്ദേഹം പറയുന്നത്. ഒന്നാമത്തെ ലെവൽ 1 എന്ന് വെച്ചാൽ കാഠിന്യ നിലവാരം, റേഞ്ച് ചെയ്തു തീർക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുടെ എണ്ണം, ഏരിയ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളുടെ എണ്ണം, സ്പീഡ് പ്രവർത്തനങ്ങളുടെ വേഗത. ഓരോ ചോദകത്തിനും അനുസരിച്ചാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത് എന്ന് തോണ്ടയ്ക്കിൻ്റെ അഭിപ്രായം. അപ്പോൾ തോണ്ടയ്ക്കിൻ്റെ ബഹുഘടക സിദ്ധാന്തം, മൾട്ടി ഫാക്ടർ തിയറി എന്താ പറയുന്നത്? ഓരോ ഭൗതിക പ്രവർത്തനത്തിനും 4 സവിശേഷതകളുണ്ട്. ഒന്നാമത്തെ ലെവൽ കാഠിന്യ നിലവാരം, രണ്ടാമത്തെ റേഞ്ച് ചെയ്തു തീർക്കാൻ കഴിയുന്ന പ്രവർത്തനങ്ങളുടെ എണ്ണം, മൂന്നാമത്തെ ഏരിയ പ്രതികരിക്കേണ്ട സന്ദർഭങ്ങളുടെ എണ്ണം, നാലാമത്തെ സ്പീഡ് പ്രവർത്തനങ്ങളുടെ വേഗത. ഇനി ഓരോ ചോദകത്തിനും അനുസരിച്ചാണ് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നതാണ് ആര് പറയുന്നത്? തോണ്ടയ്ക്ക് പറയുന്നത്. അടുത്തത് ഏതായിരുന്നു? നാലാമത്തത് ദ്വിഘടക സിദ്ധാന്തം. ഏതായിരുന്നു? 2 ഫാക്ടർ തിയറി. നമ്മൾ പഠിച്ചതാണ്. 2 ഫാക്ടർ തിയറി ആരുടെയാണ്? ചാൾസ് പിയർമാൻ. പിന്നെയാണ് സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി, തേഴ്സ്റ്റൻ്റെ. ത്രിമുഖ സിദ്ധാന്തം, 3 ഫേസസ് തിയറി, JP ഗിൽഫോർഡ്. ഏതാണ്? JP ഗിൽഫോർഡ്. ഏതാണ്? ത്രിമുഖ സിദ്ധാന്തം, 3 ഫേസസ് തിയറി. മനഃശാസ്ത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സിദ്ധാന്തം ഏതാണ്? പൗരാണിക അനുബന്ധന സിദ്ധാന്തമാണ്, തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. മനഃശാസ്ത്രത്തിലെ ഏറ്റവും ആദ്യത്തെ സിദ്ധാന്തം ഏതാണ്? പൗരാണിക അനുബന്ധന സിദ്ധാന്തം, അതായത് തിയറി ഓഫ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. പ്രധാനമായിട്ടും 3 തരം പഠന ശൈലികളാണ് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തെ കണ്ടുപഠിക്കൽ, വിഷ്വൽ ലേണിംഗ്. രണ്ടാമത്തെ കേട്ടുപഠിക്കൽ, ഓഡിറ്ററി ലേണിംഗ്. മൂന്നാമത്തെ പ്രവർത്തിച്ചു പഠിക്കൽ, കൈനസ്തെറ്റിക് ലേണിംഗ്. അപ്പോൾ 3 തരത്തിലുള്ള പഠന ശൈലികൾ 3 ഏതൊക്കെയാണ്? കണ്ടുപഠിക്കൽ, കേട്ടുപഠിക്കൽ, പ്രവർത്തിച്ചു പഠിക്കൽ. ഓർമ്മിക്കാൻ സഹായകമായ പഠന രീതികൾ ഏതൊക്കെയാണ്? ഇടവിട്ടിട്ടുള്ള പഠനം, പെട്ടെന്നുള്ള ആവർത്തനവും തുടർന്നുള്ള ആവർത്തനങ്ങളും, അധിക പഠനം, അംശപഠനവും സമഗ്ര പഠനവും, ദൃശ്യവത്കൃത പഠനം, പിന്നെ SQRRR രീതി. ഓർമ്മിക്കാൻ സഹായകമായ പഠന രീതികൾ ഏതൊക്കെയാണ്? ഇടവിട്ടുള്ള പഠനം, പെട്ടെന്നുള്ള ആവർത്തനവും തുടർന്നുള്ള ആവർത്തനങ്ങളും, അധിക പഠനം, അംശപഠനവും സമഗ്ര പഠനവും, ദൃശ്യവൽകൃത പഠനം, പിന്നെയോ SQRRR. SQ കഴിഞ്ഞിട്ട് 3R രീതി പഠനം. ഓക്കെ. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം, തിയറി ഓഫ് സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം ആരുടെയാണ്? വൈഗോസ്കിയാണ്. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദം ആരാണ്? വൈഗോസ്കിയാണ്. സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ട ചിന്തകന്മാർ ആരൊക്കെയാണ്? പാവലോ, തോണ്ടയ്ക്ക്, സ്കിന്നർ, JB വാട്സൺ, CL ഹൾ. ആരൊക്കെയാണ് വ്യവഹാരവാദവുമായി ബന്ധപ്പെട്ടത്? പാവലോ, തോണ്ടയ്ക്ക്, സ്കിന്നർ, JB വാട്സൺ, CL ഹൾ. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ വക്താക്കൾ ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ. ജ്ഞാനനിർമ്മിതിവാദത്തിൻ്റെ വക്താക്കൾ ജീൻ പിയാഷെ, ജെറോമസ് ബ്രൂണർ. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വൈഗോസ്കി. സാമൂഹ്യജ്ഞാന നിർമ്മിതിവാദത്തിൻ്റെ ഉപജ്ഞാതാവ് വൈഗോസ്കി. മാനവികതാവാദത്തിൻ്റെ വക്താക്കൾ അബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, വില്യം ഗ്ലേസർ, ആർതർ കോംബെക്സ്. ആരൊക്കെയാണ് മാനവികതാവാദത്തിൻ്റെ വക്താക്കൾ? അബ്രഹാം മാസ്ലോ, കാൾ റോജേഴ്സ്, വില്യം ഗ്ലേസർ, ആർതർ കോംബ്സ്. അടുത്തൊരു ചോദ്യമാണ്, പഠനവേളയിൽ വിദഗ്ധനായ വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠന നില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണെന്ന്? പഠനവേളയിൽ വിദഗ്ധനായ ഒരു വ്യക്തിയുടെ സഹായം കുട്ടിയുടെ പഠന നില ഉയർത്താൻ സഹായിക്കുമെന്ന ആശയം മുന്നോട്ട് വെച്ചത് ആരാണ്? വേഗം പറഞ്ഞേ, ആരാ? വൈഗോസ്കിയാണ്. ആരാണ്? വൈഗോസ്കി. ഇനി വിവ്രജന ചിന്തനം, അതായത് ഡൈവർജന്റ് തിങ്കിങ്, ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? വിവ്രജന ചിന്തനം, ഡൈവർജന്റ് തിങ്കിങ്, ബുദ്ധിയുടെ ഒരു ഘടകമായി എടുത്തു കാണിച്ച ബുദ്ധി സിദ്ധാന്തം താഴെ പറയുന്നവയിൽ ഏതാണ്? ട്രയാർക്കിക് തിയറി, ദ്വിഘടക സിദ്ധാന്തം, ത്രിമുഖ സിദ്ധാന്തം, പ്രാഥമിക ബുദ്ധിക്ഷമതാ സിദ്ധാന്തം. ഏതാണ് ആൻസർ? ത്രിമുഖ സിദ്ധാന്തമാണ്. ഏതാണ്? ത്രിമുഖ സിദ്ധാന്തം. അടുത്തതാണ്, കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏതു മാർഗമാണ് അഭിലഷണീയം? കുട്ടികളിൽ ഉണ്ടാകുന്ന ഭയം ഇല്ലാതാക്കാൻ ഏതു മാർഗമാണ് അഭിലഷണീയം? ഏതായിരിക്കും? പേടി ഉണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടാൻ അവസരം നൽകുക.
പേടിയുണ്ടാക്കുന്ന വസ്തുക്കളുമായി സാവകാശത്തിൽ സമ്പർക്കത്തിൽ ഏർപ്പെടുവാൻ അവസരം നൽകുക. അടുത്തത് തരം തിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏത് ഘടകത്തെ പരിപോഷിക്കുന്നതിന് ഉതകുന്നു? തരം തിരിക്കൽ എന്ന പ്രവർത്തനം ബഹുമുഖ ബുദ്ധിയിൽ ഏതു ഘടകത്തെ പരിപോഷിക്കുന്നതിന് ഉതകുന്നു? ഏതായിരിക്കും തരംതിരിക്കൽ? ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധിയാണ്. ഗണിതപരവും യുക്തിചിന്താപരവുമായ ബുദ്ധി. അടുത്തത് ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ള പൂശി മനോഹരമാക്കുന്നതിനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കില്ലെന്നു മാത്രമല്ല, വൃത്തികേടാക്കുന്നവരെ പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപക ഉപയോഗപ്പെടുത്തിയത്? ക്ലാസ് ചുമരുകൾ വൃത്തികേടാക്കിയ കുട്ടികളെ അവ വെള്ള പൂശി മനോഹരമാക്കാനുള്ള ചുമതല ഏൽപ്പിച്ചു. പിന്നീട് ഒരിക്കലും അവർ ചുമരുകൾ വൃത്തികേടാക്കിയില്ലെന്ന് മാത്രമല്ല, വൃത്തികേടാക്കുന്നവരെ എന്തു ചെയ്തു? പിന്തിരിപ്പിക്കുകയും ചെയ്തു. ഇവിടെ ഏത് സമായോജന തന്ത്രമാണ് അധ്യാപക ഉപയോഗപ്പെടുത്തത്? ഏതായിരിക്കും? ഉദാത്തീകരണമാണ്. സബ്ലിമേഷൻ. ഏതാണ്? ഉദാത്തീകരണം. അടുത്ത ചോദ്യം ഇതാണ്. ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അതെന്തായിരിക്കും? ധനപ്രബലനമാണ്. ഒരു ചോദകത്തിൻ്റെ സാന്നിധ്യം പ്രതികരണത്തിൻ്റെ ആവൃത്തി കൂട്ടുന്നുവെങ്കിൽ അതെന്തായിരിക്കും? ധനപ്രബലനമാണ്. കണ്ടെത്തൽ പഠനം. താഴെ പറയുന്നവയിൽ ആരുടെ സംഭാവനയാണ് കണ്ടെത്തൽ പഠനം? ജെറോമസ് ബ്രൂണറുടെയാണ് ഏത്? കണ്ടെത്തൽ പഠനം. ഇതാണ് കണ്ടെത്തൽ പഠനം. അടുത്തത് പരിക്രമീകൃത ബോധനം പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ്. ഏതാണ്? പരിക്രമീകൃത ബോധനം പ്രോഗ്രാംഡ് ഇൻസ്ട്രക്ഷൻ രൂപപ്പെടുത്തിയത് ഏത് പഠന സിദ്ധാന്തത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഓപ്പറന്റ് കണ്ടീഷനിങ്. അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പഠനം നടക്കുന്നത് ഉൾക്കാഴ്ച കൊണ്ടാണ് സിദ്ധാന്തിച്ചത് ആരാണ്? ഗസ്റ്റാൾട്ട്സ് മനഃശാസ്ത്രം. ഉൾക്കാഴ്ച പഠനം ഏതിലാണ് വരുന്നത്? ഗസ്റ്റാൾട്ട്സ് തിയറിയിലാണ് വരുന്നത്. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എന്തായിരിക്കും? കുറയുന്നു. കാലിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുമ്പോൾ ബുദ്ധിമാനം എങ്ങനെയാണ്? കുറയുന്നു. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത് ഏതാണ്? സ്ഥിരത. ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതയല്ലാത്തത് ഏതാണ്? സ്ഥിരതയാണ്. അപ്പോൾ ബാല്യകാല വികാരങ്ങളുടെ സവിശേഷതകൾ ഏതൊക്കെയാണ്? ക്ഷണികത, ചഞ്ചലത, തീവ്രത. ഏതൊക്കെയാണ്? ക്ഷണികത, ചഞ്ചലത, തീവ്രത. ഓക്കെ. അടുത്തത് രോഗങ്ങളും ശരീരഭാഗങ്ങളും. ഡിഫ്തീരിയ ഏതിനാണ് ബാധിക്കുന്നത്? തൊണ്ട. ഡിഫ്തീരിയ തൊണ്ട. മലേറിയ പ്ലീഹ. ശരീരഭാഗങ്ങളാണ് കേട്ടോ പറയുന്നത്. ഡിഫ്തീരിയ തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ്. മലേറിയ പ്ലീഹ. മുണ്ടുനീര് പരോട്ടിഡ് ഗ്രന്ഥി ഉമിനീർ ഗ്രന്ഥിനെ ബാധിക്കുന്നതാണ് മുണ്ടുനീര്. ഉമിനീർ ഗ്രന്ഥി. ടൈഫോയിഡ് കുടൽ. പയോറിയ മോണ. ഹെപ്പറ്റൈറ്റിസ് കരൾ. സിറോസിസ് കരൾ. മെനിഞ്ചൈറ്റിസ് തലച്ചോറ്. പാരാലിസിസ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം, പേവിഷബാധ. ഇതെല്ലാം എന്താണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. പാരാലിസിസ്, അൽഷിമേഴ്സ്, പാർക്കിൻസൺസ്, അപസ്മാരം, പേവിഷബാധ. ഇതെല്ലാം തന്നെ എന്തിനെ ബാധിക്കുന്നതാണ്? നാഡീവ്യവസ്ഥയെ ബാധിക്കുന്നതാണ്. സാസ്, ബ്രോങ്കൈറ്റിസ്, ക്ഷയം, ന്യൂമോണിയ, ആസ്മ. ശ്വാസകോശം. ഏതൊക്കെയാണ്? സാസ്, ബ്രോങ്കൈറ്റിസ്, ക്ഷയം, ന്യൂമോണിയ, ആസ്മ. ശ്വാസകോശത്തെ ബാധിക്കുന്നതാണ്. ഇനി സോറിയാസിസ്, മെലനോമ, എക്സിമ. ത്വക്കിനെ ബാധിക്കുന്നതാണ്. സോറിയാസിസ്, മെലനോമ, എക്സിമ. അടുത്തത് എയ്ഡ്സ് രോഗപ്രതിരോധ വ്യവസ്ഥ. എയ്ഡ്സ് ഏതാണ്? രോഗപ്രതിരോധ വ്യവസ്ഥ. അടുത്താണ് ഹാഷിമോട്ടോ തൈറോയ്ഡ് ഗ്രന്ഥി. അടുത്തതാണ് ഹണ്ടിങ്ടൺ കേന്ദ്രനാഡീ വ്യവസ്ഥ. ഹണ്ടിങ്ടൺ ഡിസീസസ് കേന്ദ്രനാഡീ വ്യവസ്ഥ.